നിങ്ങളെ ഞാൻ പരീക്ഷിച്ചു കൊണ്ടിരിക്കുമെന്ന് അല്ലാഹു. വലനബ്ലുവന്നകും, നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ. ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീൻ വനബ്ലുവ അഖ്ബാറകും, നിങ്ങളുടെ വിവരങ്ങൾ, നിങ്ങളുടെ മനക്കരുത്ത് എങ്ങനെയുണ്ടെന്നറിയാനും, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി എത്രത്തോളം സമർപ്പിതരാണെന്നറിയാനും, നിങ്ങളുടെ ക്ഷമ എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കാനും ഞാൻ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമെന്ന് അല്ലാഹു ജല്ല ജലാലു. ആ പരീക്ഷണങ്ങൾ ചിലപ്പോൾ മാനസികമാണ്, ചിലപ്പോൾ ശാരീരികമാണ്, ചിലപ്പോൾ ഭരണകേന്ദ്രത്തിൽ നിന്നാണ്, ചിലപ്പോൾ അന്തരീക്ഷത്തിലാണ്, ചിലപ്പോൾ മണ്ണിലാണ്, വെണ്ണിലാണ്. ഇത് ഈ ലോക സൃഷ്ടിപ്പിന്റെ അനിവാര്യതയാണ്. അതിലൊക്കെ നമുക്ക് ഗുണങ്ങളുണ്ട്, പ്രതിഫലങ്ങളുണ്ട്, കൂലിയുണ്ട്. അതുകൊണ്ട് അടിപതറാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനും സ്രഷ്ടാവുമായ അല്ലാഹു, ആ റബ്ബുൽ ഇസ്സത്ത്, എന്റെ ആരാധ്യനായ ഒരേ ഒരുത്തൻ, അവന് വേണ്ടിയുള്ള ജീവിതമാണ് എന്റെ ജീവിതം. ഇത് മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്ന ഒരു സത്യവിശ്വാസി, ഇത് ഉറപ്പിച്ചു പറയുന്ന ഒരു ഉമ്മ, ഒരു ഉപ്പ, അത് പറയുന്ന ഒരു പെങ്ങള്, ഒരു സഹോദരൻ, ഒരു മകൻ, ഒരു മകള്, നമ്മുടെ യുവാക്കള്, യുവതികള്, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, എന്റെ ജീവിതം ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതവും എന്റെ മരണവും, എന്റെ അനക്കവും എന്റെ അടക്കവും, എന്റെ ആരാധനയും എന്റെ സമർപ്പണവും എല്ലാം അല്ലാഹുവേ നിനക്ക് വേണ്ടി മാത്രമാണ്. അത് ഓർമ്മിപ്പിക്കാനാണ് ജനിച്ച കുഞ്ഞിന്റെ വലതു ചെവിയിൽ അല്ലാഹു അക്ബറിന്റെ ശബ്ദം മുഴങ്ങിയത്. അത് ഓർമ്മിപ്പിക്കാനാണ് വലതു ചെവിയിൽ ഈ ദൗത്യം കഴിഞ്ഞ് ലോകത്തോട് വിട പറയുന്ന ഒരു യാത്ര. ആ യാത്രക്ക് മുന്നേ നിനക്ക് വേണ്ടി ഒരു ജനാസ നിസ്കാരമുണ്ട്. ആ ജനാസക്ക് ഇമാം ഒരിക്കലും ഇഖാമത്ത് വിളിക്കില്ല. ആ ഇഖാമത്ത് ഇപ്പോഴേ വിളിച്ചു വെക്കുന്നു, മോനെ മോളെ, ഖദ് ഖാമത്തിസ് സ്വലാത്തു ഖദ് ഖാമത്തിസ് സ്വലാഹ്, കുഞ്ഞിന്റെ ഇടത് ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. ഈ ഓർമ്മപ്പെടുത്തലിനാണ് അല്ലാഹു ബശീറൻ വനദീറാ, പ്രവാചകന്മാരെ നിങ്ങൾക്ക് ഉണർത്തൽ പറയാൻ, ഉണർത്തി നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. എന്തുകൊണ്ട്? ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവെന്ന് ഏഴാൻ ആകാശങ്ങളുടെ അധിപനായ അല്ലാഹു, ആലമുൽ അർവാഹിൽ, നമ്മളൊക്കെ ആത്മാക്കളായി അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വന്ന ഒരു നേരത്ത്, ഖാല അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവെന്ന് അല്ലാഹു കോടിക്കണക്കിന് വരുന്ന മനുഷ്യരോട്, അവരുടെ ആത്മാവിനോട് സംസാരിച്ചപ്പോൾ ഖാലൂ ബലാ, നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതേ റബ്ബേ, നീ തന്നെയാണ് ഞങ്ങളുടെ യജമാനൻ. പക്ഷെ നമുക്കത് ഓർമ്മയില്ല. ഒരു വയസ്സുള്ള സമയത്ത് നമ്മൾ തട്ടിപ്പൊട്ടിച്ചത് നമുക്ക് ഓർമ്മയില്ലല്ലോ, അത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ വയ്യല്ലോ, നമുക്ക് ഓർമ്മയില്ല. ആലമുൽ അർവാഹിൽ നടന്ന ആ സംഭാഷണം ഓർമ്മപ്പെടുത്താനാണ് പ്രവാചകന്മാർ വന്നത്. അതുകൊണ്ടാണ് ഫദക്കിർ, അങ്ങ് ഓർമ്മപ്പെടുത്തുക നബിയെ. മുമ്പ് കേട്ടതല്ലേ ഓർമ്മപ്പെടുത്തുള്ളൂ, മുമ്പ് അറിഞ്ഞതല്ലേ ഓർമ്മപ്പെടുത്തുക, അല്ലെങ്കിൽ ആദ്യം കേൾക്കലല്ലേ, പഠിപ്പിക്കാനല്ലേ പറയാ. പ്രവാചകന്മാർ ഓർമ്മപ്പെടുത്താൻ വന്നതാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നീ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് നമ്മൾ സമ്മതിച്ചു പറഞ്ഞു പോന്നത്, മറന്നു പോകുന്നതിനെ ഓർമ്മിപ്പിക്കാൻ. ആ ലോകമാണിത്. ഇവിടെ നമ്മൾ ആ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് അല്ലാഹുവിന് വേണ്ടി റബ്ബ് തആല പറയുന്ന പോലെ സജ്ജനങ്ങളായി ജീവിച്ച് മരിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് ഇത്രമേൽ സുഹൃതം കിട്ടുന്ന, പരലോകത്തിന് അത്രമേൽ അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്നവരാരുണ്ട്? അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകട്ടെ. സഹോദരിമാരെ, നിങ്ങൾ വളരെ കൂടുതൽ ഗൗരവത്തോടെ ജീവിക്കേണ്ട കാലമാണത്. നിങ്ങളുടെ മനസ്സിൽ സ്നേഹവും അനുരാഗവും, ഒരുതരം സോഫ്റ്റ് കോർണർ, ഒരു തരത്തിലുള്ള സോഫ്റ്റ്നെസ് അല്ലാഹു നിങ്ങളുടെ സ്വഭാവങ്ങളിൽ, പ്രകൃതങ്ങളിൽ അല്ലാഹു വെച്ചിട്ടുണ്ട്. ആ ഒരു പ്രകൃതം ഒരുപക്ഷെ അല്ലാഹുവിനെ മാനിക്കാത്ത, അല്ലെങ്കിൽ പടച്ചതമ്പുരാനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരുത്തൻ നിങ്ങളുടെ അഭിമാനം പിച്ച് ചീന്താൻ വരികയാണെങ്കിൽ അതിന് നിങ്ങൾ വശം വരതരായി പോകരുത്. കാരണം നിങ്ങളുടെ ഏറ്റവും വലിയ ആഭരണമാണ് നിങ്ങളുടെ വിശ്വാസവും, നിങ്ങളുടെ ലജ്ജയും, നിങ്ങളുടെ ആത്മവിശുദ്ധിയും, ചാരിത്രശുദ്ധി. അത് നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ ഒരു ഉമ്മയാണ് വീട്ടിലുള്ളതെങ്കിൽ, ആ ഉമ്മയുടെ തർബിയത്ത് കിട്ടിയിട്ടാണ് മക്കൾ വളരുന്നതെങ്കിൽ ആ സമുദായം എത്ര നല്ല സമുദായമാണ്. നമ്മൾ അറിയണം, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ ആയിരക്കണക്കിന് മടങ്ങ് ഇരട്ടിയാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് വേണ്ടി സഹിച്ചു പോന്നത്. ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹയെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം. ഗസിയ ബിൻതു ജാബിർ ഇബ്നു ഹകീമുൽ ഖുറശിയ അൽ അമിരിയ റളിയല്ലാഹു തആല അൻഹ, ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹ, ഗസിയ എന്നാണ് അവരുടെ പേര്. ഉമ്മു ശരീഖ് അവരുടെ കുഞ്ഞത്ത് നാമം. ഗസിയ ബിൻതു ജാബിർ ഇബ്നു ഹകീമുൽ ഖുറശിയുൽ ആമിരിയ റളിയല്ലാഹു അൻഹ, തന്റെ ഭർത്താവ് ഇസ്ലാം സ്വീകരിച്ച്, തന്റെ ഭർത്താവ് ഇസ്ലാം സ്വീകരിച്ച്
ആ ഭർത്താവ് മദീനയിലേക്ക് അഷ്റഫുൽ ഖൽഖിന്റെ കൂടെ ഹിജ്റ പോയപ്പോ ഭർത്താവിന്റെ വീട്ടുകാരെ മഹദിയായ ഉമ്മു ശരീഖ് റളിയല്ലാഹു തആല അൻഹയെ പിടിച്ചു വെക്കുകയാണ് ഉണ്ടായത് മക്കയിൽ. നീയും മുഹമ്മദ് നബിയുടെ കൂടെ കൂടിയിട്ടുണ്ടോ? അഭിമാനത്തോടുകൂടെ. സാധാരണ എന്താ പറയേ, ഇല്ലല്ല, ഞാനില്ല. നീ ഒരു മുസ്ലിമാണോ എന്ന് ചോദിക്കുമ്പോൾ അഭിമാനത്തോടുകൂടെ ഈ വല്ലാഹി ഇന്നി ലഅലാ ദീനിഹി, അതെ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, എന്റെ ഭർത്താവിന്റെ മതമേതോ അതിലപ്പുറം എന്റെ റസൂൽ കൊണ്ടുവന്ന മതമേതോ ആ മതത്തിലാണ് ഞാൻ എന്ന് ഒരായിരം ശക്തിയോടെ ദുർബലയായ ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹ മക്കക്കാരോട് വിളിച്ചു പറഞ്ഞപ്പോ ആ മഹദിക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ സഹോദരിമാർ പുരുഷന്മാരെക്കാളും ദീനിന്റെ വിഷയത്തിൽ വലിയ ഒരു ദൗത്യം നിർവഹിക്കുന്നവരാണ്. അവര് ശരീരം മറച്ച് അച്ചടക്കത്തോടെ ഹിജാബ് ധരിച്ച് നടക്കുമ്പോൾ ഒരു പെണ്ണ് അവൾ അറിയാതെ വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവളാണ്. ഒരു പെണ്ണിന്റെ ഹിജാബിന്റെ അർത്ഥം ഒരാണിന് ഏത് കോലവും കെട്ടാം. പ്രത്യേകിച്ച് എല്ലാവരുടെ കയ്യുമ്പോഴും ചരട ചെയിനുകളാണ്, സിൽവറിന്റെ ചെയിനുകൾ, കഴുത്തില് മാല. ഒന്നാന്തരം നമ്മുടെ ചെറുപ്പക്കാർ എന്നോടൊക്കെ ഒന്ന് സലാം പറയും, കെട്ടിപ്പിടിക്കൽ സെൽഫി എടുക്കലൊക്കെ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ കാണാം കഴുത്തിലൊക്കെ ഈ മാല, കയ്യുമ്മ ഒരു റിങ്. എന്തെന്നറിയോ? എങ്ങാനും പെട്ടുപോയാൽ ജാതി തിരേണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇത്ര നട്ടലില്ലെങ്കിൽ ജീവിക്കണോ ഈ ലോകത്ത്? നമ്മുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നതിൽ എന്ത് കുഴപ്പം അവിടെ ഉള്ളത്? ഒരാളൊരു വിശ്വാസിയായി ജീവിക്കുന്നതിൽ എന്ത് തെറ്റുണ്ട്? ഇത്രയും നല്ല യുക്തിഭദ്രമായ ഒരു മതം നമ്മുടെ കയ്യിലുണ്ടായിരിക്കെ അഭിമാനത്തോടെ ഐ എം എ മുസ്ലിം എന്ന് പറയാൻ എന്ത് നാണമാ ഒരു വിശ്വാസിക്ക് വേണ്ടത്? നമ്മുടെ ഉമ്മമാര്, നമ്മുടെ പെങ്ങന്മാർ അത് അവരറിയാതെ വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ മുസ്ലിമച്ചാണ്. ഒരു ചെറുപ്പക്കാരൻ പേനുകുപ്പായിട്ട് ഇറങ്ങിപ്പോയാൽ അറിയില്ല, പേര് ചോദിക്കേണ്ടി വരും, അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ ആണോ അല്ലേ. അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു വേഷം ധരിക്കണം. നമ്മുടെ സഹോദരിമാർ അവരുടെ ഇസ്ലാമിക വേഷവിധാനം തന്നെ വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ ഒരു മുസ്ലിമച്ചാണ്. അതിന്റെയൊക്കെ കൂലി അവർക്ക് കിട്ടും, വലിയ പ്രതിഫലമാണത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഞാൻ ഒന്നുകൂടെ കഴിഞ്ഞ 2 ദിവസവും ഞാനത് സൂചിപ്പിച്ചു. മുസ്ലിമായി ജീവിക്കലാണ് ഇന്ന് പ്രയാസം. എന്ന് പറഞ്ഞാൽ കള്ളുകുടിക്കാതെ ജീവിക്കാനാ പ്രയാസം. കള്ളുകുടിയാനാവാൻ ഒരു പണിയില്ല. മയക്കുമരുന്നടിക്കാതെ ജീവിക്കലാണ് ഇന്ന് പ്രയാസം. അതാണ് മുസ്ലിം. മയക്കുമരുന്നിന്റെ ഗ്യാങ്ങിൽ പെടാൻ ഒരു പണിയുമില്ല. ഒരു ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടും ഇല്ലാണ്ട് അള്ളാഹു പറഞ്ഞ പോലെ അച്ചടക്കത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവനായി മാറാനാണ് പ്രയാസം. അവനാണ് മുസ്ലിം. അല്ലാത്തതിനൊന്നൊരു പണിയില്ല. വാട്സപ്പിലും ഫേസ്ബുക്കിലും കയറിയാലേ ഇഷ്ടം പോലെ പാർട്ട്നേഴ്സിനെ കിട്ടും, ഇഷ്ടം പോലെ ഫ്രണ്ട്സിനെ കിട്ടും. പക്ഷേ എനിക്കത് വേണ്ട എന്ന് പറയുന്നവൻ അവനാണ് മുസ്ലിം. സെൻസസിലെ മുസ്ലിം അല്ല ഞാൻ പറയുന്നത്, താനേശുമാരിയിലെ മുസ്ലിം അല്ല ഞാൻ പറയും. അള്ളാഹു പറഞ്ഞ മുസ്ലിം കള്ളു കുടിക്കാതെ ജീവിക്കണം. അവൻ വ്യഭിചരിക്കരുത്, അവൻ തോന്നിവാസത്തിന് പോകരുത്, അവൻ ആളുകളെ വഞ്ചിക്കരുത്, കളവ് പറയരുത്. അതൊക്കെയല്ല ഇന്ന് പ്രയാസം. അല്ലാത്ത എന്ത് പ്രയാസമാണ്? ഈ പറഞ്ഞ പോലെ മുസ്ലിം ആവലാണ് ഇന്ന് ബുദ്ധിമുട്ട്. ബദഅൽ ഇസ്ലാമു ഗരീബാ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഗുറബാ. ഇസ്ലാം തുടങ്ങുമ്പോൾ തുടക്കക്കാർ വളരെ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. നാട്ടുകാർ മുഴുവൻ കള്ളുടിച്ച് കിടന്നുറങ്ങാൻ. കള്ളുടിക്കാതെ വന്ന സ്വഹാബിമാർ 251 ആളുകൾ. എല്ലാവരും തോന്നിവാസത്തിലാണ്. ബ്രൈബ്, യൂഷറി, ഏതെല്ലാം ഇസ്ലാം അംഗീകരിക്കാത്ത സാമ്പത്തിക ഇടപാടുകളുണ്ടോ അതൊക്കെ ചെയ്യുന്നവർ മുസ്ലിമീങ്ങളല്ല. എനിക്ക് ഹലാലു മതി. കൊലപാതകം, മാരണം, ചതി, വഞ്ചന, ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ ഒരു ചെറിയ വിഭാഗം അറേബ്യയിൽ ഉണ്ടായിരുന്നു ഹബീബായി തങ്ങളോടൊപ്പം. അവരാണ് അൽ ഖുറബാ, ഇസ്ലാമിന്റെ ആദ്യകാലത്തെ മഹാന്മാരായ ആളുകൾ. തുടങ്ങുമ്പോൾ അങ്ങനെയാണ്. ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ വസയഊദു കമാ ബദഅ, തുടങ്ങിയതുപോലത്തെ അവസ്ഥയിലേക്ക് ഇസ്ലാം തിരിച്ചു വരും. പേരിലൊക്കെ മുസ്ലിമീങ്ങളാണ്, പക്ഷേ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ സംഗതി മോശമാണ്. അങ്ങനത്തെ ശരിക്കുള്ള മുസ്ലിമീങ്ങൾ കണ്ടെത്താൻ പ്രയാസമാവും. ഫതൂബാ ലിൽ ഖുറബാ, കൂടുള്ള മുഴുവൻ ആളുകളും തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ന്യായീകരിക്കാൻ കഴിയില്ല. തെറ്റു തന്നെയാണ്. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, തിന്മ വളരെ കൂടുതലുണ്ട് എന്നതിന്റെ പേരിൽ ഒരു തിന്മയും നന്മയായി മാറുന്നില്ല. നന്മയുടെ പക്ഷത്തുള്ള ആളുകൾക്ക് അവർക്കാണ് സർവമാന നന്മയും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആ ഖുറബായിൽ അല്ലാഹു നമ്മളൊക്കെ പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഗസിയ ബിൻതു ഹകീം ബിൻതു ജാബിർ ബിൻ ഹകീം റളിയല്ലാഹു അൻഹ, ദുർബലയായ ഒരു പെണ്ണിനെ മക്കക്കാർ ക്രൂരമായി ആക്രമിക്കാൻ തുടങ്ങി. അവസാനം ഒരു പെണ്ണിനോടുള്ള ക്രൂരതയുടെ അങ്ങേയറ്റമെത്തിയപ്പോൾ വിചാരിച്ചു തന്റെ ഭർത്താവിന്റെ അരികത്തേക്ക് അവൾ ആക്കിക്കൊടുക്കാം. മഹദി റളിയല്ലാഹു അൻഹു കഥ പറയുന്നുണ്ട്, ഏറ്റവും
മോശമായ ഒരു ഒട്ടകത്തിന്റെ മീതെ എന്നെ കയറ്റിയിരുത്തി. എങ്ങനത്തെ ഒട്ടകം? ഹുവ ശർറു റികാബിഹിം വഅഗ്ലദു. വളരെ യാത്ര ചെയ്യാൻ പ്രയാസമുള്ള ഒരു ഒട്ടകത്തിന്റെ പുറത്ത് എന്നെ അവരെ കയറ്റിവെച്ച് എന്റെ ഭർത്താവിന്റെ ബന്ധുക്കൾ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ദുർഘടമായ വഴികളിലൂടെ എന്നെ കൊണ്ടുപോകുന്നു. എന്തിനാ അതൊക്കെ ചെയ്യുന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിച്ചതിന്റെ പേര് മാറ്റിയില്ല അവര്. അല്ല, ഞാൻ മതം വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞില്ല, ഞാൻ മുസ്ലിമാണ്, ഞാൻ അള്ളാഹുവിനെ വഴിപ്പെടുന്ന ആളാണ്. ഇത് പറയാനുള്ള ധൈര്യം നമുക്ക് വീണ്ടെടുക്കേണ്ട സമയമാണിത്. അതുകൊണ്ട് ആർക്കും ഒന്നും ഈ ലോകത്ത് നഷ്ടമാകുന്നില്ല. ഒരു മുസ്ലിം ആരെയും ഉപദ്രവിക്കുന്നവനല്ല. ഒരു മുസ്ലിം ഒരു നാടിന് അനുഗ്രഹമാണ്, ഒരു സമുദായത്തിന് അഭിമാനമാണ്, അവന്റെ സംഭാവന രാജ്യത്തിന് അഭിമാനമാണ്. കാരണം അങ്ങനെ ജീവിക്കാനാ മുത്തനബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹ പറയുന്നു, അവരെനിക്ക് ബ്രെഡ് തന്നു തിന്നാൻ, കൂടെ തേനും. പക്ഷേ തേനും ബ്രെഡ് നല്ല ഫുഡാണല്ലോ വിചാരിക്കും. മനഊനി അൽമാ, വെള്ളം തന്നില്ല. തേനൊക്കെ തൊണ്ടയിലായാൽ ഒരു വെള്ളം കുടിക്കാൻ ദാഹം തോന്നുന്നു. മരുഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ അവർ ഒട്ടകത്തിന്റെ പുറത്തന്നെ കൊണ്ടുപോകുന്നത് 15 ദിവസം എടുക്കുന്ന യാത്രയിലാണ്. ഒരു ഭക്ഷണം എനിക്ക് തന്നിട്ടില്ല അവർ. എപ്പോഴെങ്കിലും ബ്രെഡ് തരും, കുടിക്കാൻ വെള്ളം തരൂല. മരുഭൂമിയിൽ 3 ദിവസമാണ് അവരെന്നെ കെട്ടിവെച്ചത്. ഒരു ഒട്ടകത്തിന്റെ മീതെ എന്നെ പറഞ്ഞയച്ചിട്ട് എന്റെ മുമ്പിൽ എന്റെ പിന്നിൽ ഓരോരോ ഒട്ടകപ്പുറത്ത് ക്രൂരന്മാരായ എന്റെ ഭർത്താവിന്റെ ബന്ധുക്കളുണ്ട്. എന്റെ ഭർത്താവ് ഹിജ്റ ചെയ്ത് രക്ഷപ്പെട്ടിട്ടുമുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ്. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ നിന്നെ വിശ്വസിച്ചതിന്റെ പേരിൽ ഞാൻ അനുഭവിക്കുന്ന ത്യാഗങ്ങൾക്ക് പകരം നിന്റെ ഹബീബിനെ എനിക്കൊന്ന് കാണിക്കുമോ എന്ന പ്രാർത്ഥനയിൽ നീങ്ങുകയാണ് ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹ. ഈ പരീക്ഷണങ്ങളൊന്നും എനിക്ക് പ്രശ്നമല്ല. ഒക്കെ നമുക്ക് സംഭവിക്കുമോ എന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ എന്ത് ചെയ്യും? ഒരു പെണ്ണാണ്, പിന്നെ ആ പുരുഷന്റെ കഥയേക്കാൾ അപ്പുറം ഒരു മഹദിയുടെ ഈ ചരിത്രം നമുക്ക് വലിയ വലിയ പ്രചോദനമാവണം. 3 ദിവസം അവരെന്നെ മരുഭൂമിയുടെ നടുവിൽ ഒരു വൃക്ഷത്തിന്റെ തണല് പോലും കിട്ടാത്തിടത്ത് അവരെന്നെ കെട്ടിവെച്ചു. എന്റെ കൂടെ വന്ന മുഴുവൻ ശത്രുക്കളും അവരോരോരുത്തരും ഓരോരോ വൃക്ഷത്തിന്റെ തണലിൽ പോയി വിശ്രമിക്കുന്നു. എനിക്ക് വൃക്ഷമില്ല, തണലില്ല. ഞാൻ നട്ടുച്ച നേരത്തെ വെയിലിൽ നിന്ന് വെയിൽ കൊള്ളുകയാണ്. ഒരൊറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവരുടെ കണ്ണിൽ ഇത് തെറ്റല്ലല്ലോ. ولا عيب فينا غير أن سيوفنا بهن فلول من قراع الكتائب. അതൊരു തെറ്റല്ലല്ലോ, അതൊരു നന്മയാണ്. പ്രപഞ്ച സൃഷ്ടാവ് എന്തിനാണോ മനുഷ്യനെ ലോകത്തേക്ക് പറഞ്ഞയച്ചത്, ആ ലക്ഷ്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഞാൻ ആ മതം വിടണം എന്ന് വാശി പിടിച്ച് എന്നോട് നിർബന്ധിച്ച് വെള്ളം തരാതെ 3 ദിവസം എന്നെ വെയിലത്ത് കിടത്തിയപ്പോൾ ഞാൻ അല്ലാഹുവിലേക്ക് തിരിഞ്ഞു. അല്ലാഹു എന്നെ പരീക്ഷിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആകാശലോകത്തേക്ക് കൈയുയർത്തി വെച്ചു. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ. നിങ്ങളിൽ ആർക്കൊക്കെയാണ് ക്ഷമയുള്ളത് എന്ന് കാണാതെ, ആരൊക്കെയാണ് സത്യമാർഗത്തിൽ ത്യാഗം ചെയ്ത് പിടിച്ചു നിൽക്കുമെന്ന് നോക്കുന്നത് എന്നറിയുന്നതറിയാതെ, ആര് പിടിച്ചു നിൽക്കുമെന്നറിയാതെ, അത് ബോധ്യപ്പെടാതെ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരുമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒച്ചപ്പാട് ഉണ്ടാവുന്നത് നമ്മുടെ ഈമാനൊക്കെ ഒന്ന് പുതുക്കാൻ നല്ലതാണ്. വെറുതെ ഒരു ഉറങ്ങിയ മുസ്ലിമായി ജീവിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് അന്തസ്സിൽ ഇസ്ലാം മനസ്സിലാക്കി ജീവിക്കലാണ്. ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ അല്ലാഹുവിലേക്ക് കൈയുയർത്തുകയാണ്. അമ്മൻ യുജീബുൽ മുൾത്തറ ഇദാ ദആ. അല്ലാഹു മാജിക് ഇറക്കി തരുന്നല്ല. അപ്പൊ മുസ്ലിമായി ജീവിക്കുന്ന ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ പറയരുത്. അങ്ങനെയാണെങ്കിൽ അമ്പിയാഇനുണ്ടാവരുത്. അമ്പിയാക്കന്മാർക്ക് എത്ര പ്രയാസമുണ്ടായി. തങ്ങളെയൊക്കെ നബി തങ്ങൾക്ക് ആകാശത്തൂടെ രക്ഷപ്പെടുത്തിക്കൂടെ ബദർ യുദ്ധം ഉണ്ടായപ്പോ? അല്ല, ജീവിതത്തിന്റെ അനിവാര്യമായ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അവിടെയെല്ലാം മാതൃക കാണിക്കേണ്ടതുണ്ട് പ്രവാചകർക്ക്. അതുകൊണ്ട് തന്നെയാണ് ഹിജ്റയുണ്ടായത്, ബദറും ഉഹദും ഖന്തഖും ഉണ്ടായത്. വാക്ക് രക്ഷപ്പെടുത്താൻ കഴിയാഞ്ഞിട്ട് ഇസ്രാ കൊണ്ടുപോയില്ലേ നബി തങ്ങളെ? തങ്ങൾക്കെതിരെ മർഡർ അറ്റംപ്റ്റുകൾ ഉണ്ടായി. 11 തവണ ഹബീബിനെ കൊല്ലാനുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ലേ? അല്ലാഹുക്കത് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല. എന്റെ ഹബീബ് എങ്ങനെയാണ് ഈ ഘട്ടങ്ങളിൽ പ്രതികരിക്കുന്നത് എന്ന് ഹബീബിന്റെ മനോഹരമായ സ്വഭാവ ഗുണങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്താൻ അല്ലാഹു അവസരങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. അവിടെ
അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആ വയക്ഷിഫുസ്സൂ. പ്രയാസങ്ങൾ വരുമ്പോൾ അത് നീക്കിത്തരാനും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവനോടല്ലാതെ മറ്റാരോടാണ് താണുകയെന്ന് ചോദിക്കേണ്ടത്? ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബേ നിന്നിൽ വിശ്വസിച്ച ഒരൊറ്റ കാരണം കൊണ്ടാണ് റബ്ബേ ഞാൻ ഈ പ്രയാസം അനുഭവിക്കുന്നത്. എനിക്ക് നീ ഒരു വഴി കാണിച്ചു തരണം. തൊണ്ടയിൽ ദാഹിച്ച് വെള്ളമില്ലാതെ ഞാൻ മരിക്കാൻ പോവുകയാണ് മരുഭൂമിയുടെ നടുവിൽ. ഞാൻ എൻ്റെ ഹബീബിനെ കാണുകയില്ലേ, എൻ്റെ ഭർത്താവിനെ കാണുകയില്ലേ, ഞാൻ ആരാരുമില്ലാതെ ഒരു ശരിക്കും മറവ് ചെയ്യപ്പെടുക പോലുമില്ലാതെ മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന മയ്യിത്താകുമോ എന്ന് പേടിച്ച് ദുആയിരക്കുകയാണ് ഉമ്മു ശരീഖ് ഗസിയ ബിൻതു ജാബിർ ഇബ്നു ഹകീം റളിയല്ലാഹു തആല അൻഹാ. അങ്ങനെ അങ്ങ് ചോദിച്ചാൽ ഉത്തരം കിട്ടും കേട്ടോ. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയാൽ നമ്മളുണ്ടല്ലോ ഒരു എന്ന ചോദ്യം എന്നൊക്കെ പറയില്ലേ, വേണമെങ്കിൽ കിട്ടുമെന്ന് അറിയില്ല, ചോദിച്ചു നോക്കാം. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ രസകരമായ ഒരു സംഭവമുണ്ട്. മക്കയിലേക്ക് അയാൾ ഹജ്ജിന് വേണ്ടി വന്നപ്പോ ഒരു കണ്ണ് കാണാത്തൊരു സാധുണ്ട് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ടൊരു ദുആ, അല്ലാഹുവേ എന്റെ കണ്ണിന്റെ കാഴ്ച തരണേ, കണ്ണിന്റെ കാഴ്ച തരണേ, കണ്ണിന്റെ കാഴ്ച തരണേ. ഹജ്ജാജ് യൂസുഫ് അത് കേൾക്കുന്നുണ്ട്. ഹജ്ജാജ് യൂസുഫ് ക്രൂരനായ ഭരണാധികാരി, ഒരുപാട് നിരപരാധികളായ താബിഈങ്ങളെ കൊന്നുകളഞ്ഞ ക്രൂരനാണ്. അത്രയും വലിയ ളാലിമാണ്, അക്രമിയാണ്. ആർക്കും പേടിയാണല്ലോ, കാണുന്നതേ പേടിയാണ്. ഒന്നാം ദിവസം കണ്ടു, രണ്ടാം ദിവസം മുമ്പ് ദ്വാരക്കനെയാണ്, പടച്ചോനെ എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു തരണേ. മൂന്നാമത്തെ ദിവസം ദ്വാരക്കനുണ്ട്. അപ്പൊ ഹജ്ജാജ് യൂസുഫ് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ നാളെങ്ങാനും നിന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടിയിട്ടില്ലെങ്കിൽ നിന്റെ കഴുത്തുന്ന തല ഞാൻ എടുക്കുന്നു. പടച്ചോനെ കുടുങ്ങിയില്ലേ. 3 ദിവസം നീ ദ്വാരക്കുന്നത് ഞാൻ കേട്ടു, ഇനി എങ്ങാനും നിനക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ തല കാണൂല കേട്ടോ എന്ന് പറഞ്ഞതാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് തന്നെയാണ് കോടതിയും പോലീസും ഒക്കെ അവിടെ. ഇയാൾ പേടിച്ചു. ആ പേടിയിലൊരു ദുആയിരുന്നു. 4-ാം ദിവസം പിന്നെ കണ്ണിന്റെ കാഴ്ചയോടുകൂടിയാണ് തിരിച്ചു വന്നത് എന്ന് ചരിത്രത്തിലുണ്ട്. എന്തെന്നറിയോ? അങ്ങനെ ചോദിച്ചാൽ കിട്ടും. നമ്മൾ കിട്ടുമോ ഇല്ലേ എന്ന് വിചാരിച്ച് ചോദിച്ചാൽ കിട്ടൂല. ഇതൊരു ഉണ്ടായ സംഭവമാണ്, മഹാന്മാരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയ സംഭവമാണ്. ഇനി കിട്ടിയില്ലെങ്കിൽ തല പോകുന്നു. തല ഇല്ലാണ്ട് കാഴ്ച ഉണ്ടായിട്ട് എന്താ കാര്യം? അങ്ങോട്ട് ദ്വാരുന്നു. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തരുമെന്ന ഉറപ്പിലങ്ങ് ചോദിച്ചു നോക്കൂ, അള്ളാഹു തന്നിരിക്കും. അങ്ങനൊക്കെ അനുഭവങ്ങളുള്ളവരുണ്ടാവും. നമ്മൾ കുടുങ്ങിയ ഒരു നേരത്ത് ഒരു വഴിയും നമ്മുടെ മുമ്പിലില്ല, അള്ളാഹുവിന്റെ വാതിൽ തുറക്കുകയല്ലാതെ അത് അള്ളാഹു നേരിട്ട് ഇടപെട്ട അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ പടച്ചവൻ നമ്മുടെ കൂടെയുണ്ട് എന്ന് മനസ്സിനൊരു ഉറപ്പ് വരാം. നമ്മൾ അങ്ങനെ അള്ളാഹുവിന് മുഴുവനായി കൊടുത്ത് ഇൻഷാ അല്ലാഹ് വഴിയെ എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്നൊരു ചർച്ച വരുന്നുണ്ട്. അവിടെ നമുക്ക് വിശദീകരിക്കാം. ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ അങ്ങനെ തളർന്ന് മരിക്കാറായ രീതിയിൽ കിടക്കുകയാണ് മരുഭൂമിയിൽ. 3 ദിവസമായി വെള്ളമില്ലാതെ. ഈ ഡിസംബർ കാലാവസ്ഥയിൽ 3 ദിവസം വെള്ളം കുടിക്കാൻ നമ്മളെക്കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ഒരു മരുഭൂമിയിൽ ഒരു പാവം പെണ്ണ്, ഒരു മഹദി സ്വഹാബിയത്ത് റളിയല്ലാഹു അൻഹ. ആ കിടന്ന കിടത്തത്തിൽ ഞാൻ ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ യാ മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആ. ഒരിക്കലും ഒരു വാതിലുമില്ലാതെ, ഒരു രക്ഷയുടെ സൂചനയോ വാതിലോ ഒന്നും കാണാതെ കിടക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ റഹ്മത്തിന്റെ വാതായനങ്ങൾ തുറക്കാൻ കഴിയുന്ന ഒരേ ഒരുത്തനെ അല്ലാഹുവേ എന്നെ ഒന്ന് സഹായിക്കണം. നോക്കുമ്പോ നെഞ്ചത്തൊരു നനവ്, കണ്ണു തുറന്നു, ഒരു ബക്കറ്റിൽ വെള്ളം. നേരെ എഴുന്നേറ്റിരുന്നു, കിട്ടിയ ഊർജം കൊണ്ട് കുടിച്ചു. ഞാൻ വെള്ളം തന്നെയാണ് റബ്ബേ കുടിക്കുന്നത്. വീണ്ടും കുടിച്ചു. പിന്നെ ഞാനൊന്ന് കണ്ണു ചുമ്മി, പിന്നെ അത് കാണുന്നില്ല. ഞാൻ വീണ്ടും അവിടെ കിടന്നു. ദാഹം തീർന്നില്ല. മരിച്ചു ജീവിച്ചു എന്നൊരവസ്ഥയിൽ കിടക്കുന്ന എന്റെ മുമ്പിലേക്ക് വീണ്ടും അതാ ആകാശഭൂമികൾക്കിടയിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ ഒരു വെള്ളത്തിന്റെ ഒരു കപ്പ് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ആ വെള്ളം ഞാൻ എന്റെ മുമ്പിൽ, എന്റെ നെഞ്ചിന്റെ അരികത്തേക്ക് വന്നു. ഞാൻ ശരിക്കും ഒന്ന് പൊത്തിപ്പിടിച്ചു കുടിച്ചു. എന്റെ തലയിലേക്ക് വെള്ളം ഒഴിച്ചു. കാരണം ദിവസങ്ങളായി വെള്ളം കുടിച്ചിട്ട് ഞാൻ ആകമാനം ആ വെള്ളത്തിലങ്ങ്, ആ വെള്ളമങ്ങ് ശരീരത്തിൽ മുഴുവൻ ഒഴിച്ചു. കുറച്ച് വെള്ളം എന്റെ പരിസരത്ത് കിടക്കുന്നുണ്ട്. അല്ലാഹുവേ നീ എന്നെ സഹായിച്ചു റബ്ബേ എന്ന് മഹദിയായ റളിയല്ലാഹു അൻഹ അല്ലാഹുവിനോട് ശുക്ർ പറഞ്ഞു തീരും മുമ്പ് ക്രൂരന്മാരായ തന്റെ കൂടെയുള്ള ഭർത്താവിന്റെ ബന്ധുക്കൾ അവരവർ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് ഓടി വന്നു. ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹയുടെ ചുറ്റും വെള്ളത്തിന്റെ അടയാളമുണ്ട്. അവര് പറഞ്ഞു, യാ അദുവ, ശത്രുവായവളെ, നീ ഞങ്ങളുടെ വെള്ളമെടുത്ത് കുടിച്ചല്ലേ. ഞങ്ങൾ ഉറങ്ങിയപ്പോ ഞങ്ങളുടെ വെള്ളത്തിന്റെ ബാഗ് എടുത്തിട്ട് നീ അഴിച്ചെടുത്ത് കുടിച്ചോ. അന്ന് വെള്ളം ഒരു തോലിന്റെ ബാഗിലാ വെക്കുക. അതുകൊണ്ട് ആ വെള്ളത്തിനെന്ന് കറുപ്പ് എന്ന് പറയാം.
ഇല്ലൽ അസ്വദാൻ, രണ്ട് കറുപ്പ് സാധനങ്ങളാണ് ഞങ്ങൾ ജീവിക്കാനെന്ന് ഉപയോഗിച്ചത്. ഒന്ന് കാരക്കയും ഒന്ന് വെള്ളവും. വെള്ളത്തിന് കറുപ്പ് എന്ന് പറഞ്ഞ അതിന്റെ കണ്ടെയ്നർ കറുത്തതാണ്. വെള്ളം എടുത്തു വെക്കുന്ന പാത്രത്തിന് കറുപ്പ് നിറമാണ്. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളത്തിന് കറുപ്പ് എന്ന് അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ഇരിക്കട്ടെ, തഗ്ലീബൻ ഇരിക്കട്ടെ. മഹദി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വെള്ളമൊന്നും എടുത്തിട്ടില്ല. ഞങ്ങളുടെ വെള്ളം എടുത്തിട്ട് പിന്നെ എവിടുന്ന് വെള്ളം? അൻസലഹുല്ലാഹ്, ഇത് അല്ലാഹു ഇറക്കി തന്നതാണ്. രണ്ടാളും ഓടി ഒട്ടകത്തിന്റെ അടുത്തേക്ക്. ലഗേജുകൾ നോക്കുമ്പോ വെള്ളപാത്രത്തിന്റെ മൂടി അങ്ങനെ തന്നെയുണ്ട്, തുറന്നിട്ടില്ല, അതിൽ വെള്ളമുണ്ട്. അതിലവർ പേടിച്ചു. എന്തോ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. മഹദിയുടെ മുമ്പിലേക്ക് ഓടി വന്നു. അവര് പറഞ്ഞു, നഷ്ഹദു ബി അന്ന റബ്ബക ഹുവ റബ്ബുനാ വ ഇന്നൽ ലദീ റസഖക ഫീ ഹാദൽ മൗളൂഇ ഹുവ റബ്ബുനാ വ റബ്ബുക. ഞങ്ങൾ അല്ലാഹുവിനെ സാക്ഷി നിർത്തി പറയട്ടെ, ഞങ്ങൾ ഏതൊരുത്തനെയാണോ റബ്ബെന്ന് പറഞ്ഞിരുന്നത് അത് പറയപ്പെടാൻ ഏറ്റവും അർഹനായവൻ നിനക്കാരാണോ ഉമ്മു ശരീക്കെ വെള്ളത്തിന്റെ പാത്രം മരുഭൂമിയിൽ കിടക്കുന്ന നിന്റെ മുന്നിലേക്ക് ഇറക്കി തന്നത്. അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിമാവുകയാണ്, ഞങ്ങൾ മുസ്ലിമാവുകയാണ്. നഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വനഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. തന്റെ കൂടെയുള്ള മുഴുവൻ ആളുകളും മരുഭൂമിയുടെ നടുവിൽ വെച്ച് മുസ്ലിമാവാൻ കാരണമായി ആ കൊല്ലാൻ കൊണ്ടുവന്ന ആളുകൾ മഹദി റളിയല്ലാഹു അൻഹയെ കൈപിടിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ ഏൽപ്പിക്കുകയും ഈ കൊണ്ടുവന്ന മുഴുവൻ ആളുകളും ഹബീബിന്റെ മുഹാജിറുകളായി മദീനയിൽ ചേരുകയുമാണ് ഉണ്ടായത്. ഒരു പ്രതിസന്ധിയിൽ അല്ലാഹു നൽകുന്ന കൈത്താങ്ങാണത്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കഠിനമായ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് മദ്രസയിൽ തന്നെ നമ്മൾ പഠിക്കാറുണ്ട്. ബിലാൽ തങ്ങളുടെ ദേഹത്ത് കല്ലാണ് കയറ്റി വെച്ചിരുന്നത്. എന്നിട്ടും പറയും, അഹദ് അഹദ് അഹദ്, അവൻ ഒരുത്തനാണ്, അവൻ ഒരുവനാണ്, അവൻ ഒരുവനാണ്. ഇതല്ലേ മുസ്ലിം? അല്ലാഹു ഏകനാണ്. രണ്ട് പ്രസിഡന്റ് രാജ്യത്തിനുണ്ടാവില്ല, രണ്ട് കിങ്സ്, രണ്ട് രാജാക്കന്മാർ ഒരു നാടിനുണ്ടാവില്ല. ഒരു നാട് ഒന്നേ ഉണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഒരു പടച്ചവനേ ഉള്ളൂ. വളരെ സിമ്പിൾ, വളരെ ഈസി, ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ബിലാൽ ഇബ്നു റബാഹ് തങ്ങളോട് ചോദിച്ചു, ബിലാലേ കൈഫ തഹമ്മൽത കുല്ല ഹാദൽ അദാബ്, ഇത്രയും വലിയ പരീക്ഷണങ്ങൾ ബിലാലേ നിങ്ങൾക്ക് എങ്ങനെ സഹിക്കാൻ കഴിഞ്ഞു? എങ്ങനെ സഹിക്കാൻ കഴിഞ്ഞു? എങ്ങനെ നിങ്ങൾ ഇതൊക്കെ സഹിച്ചത്? എങ്ങനെ സഹിച്ചു ബിലാലേ? മഹാനവറുകൾ കൊടുത്തൊരു മറുപടിയുണ്ട്, മുഅ്മിനേ, മുസിജത് ഹലാവത്തുൽ ഈമാൻ ബിമറാറത്തിൽ അദാബ്. ഈമാനിന്റെ മധുരം ശിക്ഷയുടെ കയ്പുമായി കൂടിക്കലർത്തിയപ്പോൾ ആ കയ്പിനേക്കാൾ കൂടുതൽ മധുരമായിരുന്നു ഫതഗത് ഹലാവത്തുൽ ഈമാൻ. ഈമാനിന്റെ മധുരം ശിക്ഷയുടെ വേദനയേക്കാൾ മുന്നിൽ നിന്നു. അങ്ങനെ ശിക്ഷയുടെ കയ്പിനേക്കാളും ഈമാനിന്റെ മധുരമാണ് ഞാൻ അനുഭവിച്ചത്. അതുകൊണ്ട് എനിക്കത് പ്രശ്നമല്ല. സുബ്ഹാനല്ലാഹ്. കയ്പുള്ള ഒരു സാധനം പഞ്ചസാര ചേർത്ത് തിന്നുമ്പോൾ സുഖാണല്ലോ. അദാബിന്റെ കയ്പ് ഈമാനിന്റെ മധുരവുമായി ഞാനങ്ങ് കുഴച്ചു. അപ്പൊ എനിക്കത് സഹിക്കാൻ പറ്റിയത്. ഇതൊരു വല്ലാത്ത വാക്കാണ് മുഅ്മിനെ. എന്താണ് ഈ പറയുന്നത്? നമുക്കൊക്കെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ നാലയലത്ത് നിൽക്കാൻ പറ്റുമോ? എന്താ നമ്മളൊന്ന് ചിന്തിക്കും, നമ്മുടെ ഈമാൻ എന്താണ്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ സ്വഹാബി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നു. സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള സ്വഹീഹൈനിലുള്ള ഹദീസ്, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. ഈമാന്റെ മധുരം ശിക്ഷയുടെ കയ്പിനേക്കാൾ മുന്തി നിന്നു. അപ്പൊ എനിക്ക് സഹിക്കാൻ പറ്റിയെന്ന്. എങ്ങനെ ഈമാനിന്റെ മധുരം ഉണ്ടാവുക? അതിനൊരു മധുരം ഉണ്ടല്ലോ. ആ മധുരം എങ്ങനെ കിട്ടും? എനിക്കും നിങ്ങൾക്കും ആ മധുരം കിട്ടുന്നുണ്ടോ? മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഈമാനിന്റെ മധുരം അറിയാൻ കഴിയുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, അയ്യകൂനല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഈ ലോകത്ത് ഒരാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആയിരുന്നാൽ ഈമാന്റെ മധുരം അറിയും. സുബഹിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത ആളും സുബഹി വരെ കാമുകിയോട് വാട്സപ്പിൽ ചാറ്റിങ്ങിലാണ്. അതിന്റെ അർത്ഥം അള്ളാഹിനെക്കാളൊക്കെ വലിയ സ്നേഹം അവൻ അവളോടാണ്. അതുകൊണ്ടല്ലേ അവൻ ഉറക്കൊഴിക്കുന്നത്. അതിന്റെ എത്ര കുറച്ച് അധ്വാനം മതി സുബഹിക്ക് എഴുന്നേൽക്കാൻ? ആലോചിച്ച് നോക്കി. സിനിമ കണ്ടങ്ങനെ കിടക്കുന്ന ആളുകൾ നമ്മുടെ ഒരു അറബ് നാടിന്റെ പേരും സ്ഥലമൊന്നും പറയുന്നില്ല,
നൂറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി 20 വയസ്സിൽ ക്യാൻസർ പിടിപെട്ട് മരിക്കുകയാണ്. അവളുടെ അവർ ട്വിൻസാണ്. തന്റെ കൂടെയുള്ള ഒരേ വയസ്സുള്ള ഇരട്ടകളാണ് രണ്ടുപേരും, നൂറയും ഹാലയും. ഹാല മുഴുവൻ സമയം സിനിമ കണ്ടിരിക്കുന്ന ഒരു പെണ്ണാണ്. അങ്ങനെ രാത്രി അവൾ സിനിമയും ഒക്കെ കണ്ട് അവസാനം ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇനി സുബഹിക്ക് 1 മണിക്കൂറേ ബാക്കിയുള്ളൂ. അപ്പോ നൂറ വിളിച്ചു പറഞ്ഞു തന്റെ ഇത്താത്തയെ, സെക്കൻഡുകളുടെ മാത്രം വ്യത്യാസമുള്ള ഇത്താത്തയെ, യാ ഹാല തആലി, ഇവിടെ വാ ഹാല. ഹാല വന്നു. നൂറ മരണത്തിലേക്ക് നീങ്ങുന്ന ഒരു യാത്രയിലാണ്. ഹാല, നീ ഇപ്പൊ ഉറങ്ങല്ലേ, നിസ്കരിച്ചിട്ട് ഉറങ്ങിയാൽ മതി. ജീവിതത്തിൽ ഹാല നിസ്കരിച്ചിട്ടില്ല. പെങ്ങള് നല്ല ഇബാദത്താണ്, അവൾ ഖുർആൻ ഓതുന്ന പെണ്ണാണ്. അസുഖം വരുന്നതിന്റെ മുമ്പും അങ്ങനെയാണ്. അവൾ പറയും, എനിക്ക് അസുഖം വന്നത് അള്ളാഹുവിന് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ, അതുകൊണ്ടല്ലേ അള്ളാഹു പരീക്ഷിക്കുന്നത്, എനിക്കത് ഇഷ്ടമാണ്, ഞാനത് സഹിക്കുകയാണ്. ഹാല പറഞ്ഞു, ഞാൻ ഉറങ്ങാൻ, എനിക്ക് ഉറങ്ങണം. രാത്രി തുടങ്ങിയ സിനിമ കാണൽ 3:30-4 മണി വരെ നീണ്ടു നിന്ന് 1 മണിക്കൂർ നിനക്ക് അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ചിട്ട് ഉറങ്ങിക്കൂടെ? അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാളും ശ്രേഷ്ഠമായത് നിസ്കാരമാണെന്ന് മുഅദ്ദിനെ വിളിച്ചു പറയുമ്പോ, ഹാല അതിന്റെ മധുരം നിനക്കൊന്നും അറിയണ്ടേ? പറഞ്ഞില്ല, ഞാൻ ഉറങ്ങാൻ. ഹാല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരുപക്ഷെ ഞാനും നീയും ഇനി ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ നമുക്ക് അവസരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നീ എന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. ഹാല, എനിക്കും നിനക്കും അള്ളാഹുവിന്റെ അരികത്തേക്ക് പോകണ്ടേ? അവന്റെ മുമ്പിൽ കണക്കുകൾ ബോധിപ്പിക്കണ്ടയോ നമുക്ക്? നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടികളല്ലേ, നമ്മളാണോ പഠിച്ചത്? അവനല്ലേ പഠിച്ചത്? അവനോട് കണക്ക് പറയണ്ടേ? ഹാല, നീ എന്താണ് മരണത്തെക്കുറിച്ച് ഓർക്കാത്തത്? എനിക്കും നിനക്കും യാത്രയാവണ്ടേ? ഹാല പറഞ്ഞു, നീ അതിനെക്കുറിച്ചൊന്നും പറയല്ലേ നൂറ, നമ്മൾ വെക്കേഷന് ടൂർ പോകുന്നില്ലേ, അതെന്തായി? നൂറ പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ ഒരിക്കലും തിരിച്ചു വരാത്തൊരു വെക്കേഷനിലേക്കാണ് പോകാനിരിക്കുന്നത്. നീ എന്താ മരണത്തെക്കുറിച്ച് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുകയാണോ? ഞാൻ പേടിപ്പിക്കുകയല്ല, അതൊരു യാഥാർത്ഥ്യമല്ലേ ഹാല, നമുക്ക് മരിക്കണ്ടേ? ആ ചിന്തയിൽ ഈ ഹാല എന്ന പെൺകുട്ടിക്ക് ഞാനൊന്ന് നിസ്കരിക്കണം, അള്ളാഹുവിന്റെ മുമ്പിലും തലകുനിക്കണം. ഞാൻ ഇങ്ങനൊന്നും ആയാൽ പോരാ. എന്റെ പെങ്ങൾ കണ്ടില്ലേ അവൾ അനുഭവിക്കുന്ന മനസ്സിന്റെ സുഖം എത്രയാണ്? ഈ വേദനയിലും നൂറക്ക് പരാതിയില്ല. അതുകൊണ്ട് നൂറയുടെ അപേക്ഷ തള്ളാതെ ആദ്യമായി അവൾ അന്ന് സുബഹി നിസ്കരിച്ചു. അന്ന് അവർ രാത്രി ഉറങ്ങിയിട്ടില്ല. രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ആദ്യമായി അവൾ നിസ്കാരം തുടങ്ങിയതാ. വയസ്സ് 20 ആയിരുന്നപ്പോഴേക്കും നൂറ എന്ന തന്റെ പെങ്ങളെ പിതാവ് ആ മോളയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയ വിവരം കേട്ടുകൊണ്ടാണ് അവൾ ഞെട്ടിയുണർന്നത്. അവൾ ICUവിലാണ്. നോക്കുമ്പോൾ അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ. നൂറയെ കാണാൻ വേണ്ടി ഓടിച്ചെല്ലുന്നു ഈ പെൺകുട്ടി. അവിടെ ചെന്ന് ICUവിലേക്ക് ആരെയും കയറ്റുന്നില്ല. ഉമ്മ കണ്ട് സംസാരിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന മോളുടെ മുമ്പിൽ കരഞ്ഞ് ആ ഉമ്മ തിരിച്ചു വന്നു. നൂറയെ ഞാനൊന്ന് അവസാനം കാണട്ടെ എന്ന് പറഞ്ഞ് തന്റെ പെങ്ങളെ, തന്റെ സഹോദരിയെ, തന്റെ അനുജത്തിയെ കെട്ടിപ്പിടിച്ച് അനുജത്തി എപ്പോഴും പറഞ്ഞു, ഹാല, അള്ളാഹുവിനെ കൈവടിയരുത് ഹാല, അള്ളാഹു നമ്മെ കൈവടിയുകയില്ല. അള്ളാഹുവിനെ നീ കൈവടിയല്ലേ, അള്ളാഹു നമ്മെ കൈവടിയുകയില്ല. അതൊരു ഹദീസിന്റെ അർത്ഥമാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയോട് മുത്തനബി തങ്ങൾ പറഞ്ഞ വാക്കാണത്. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ്, യഹ്ഫദില്ലാഹ യഹ്ഫദുക യാ ഗുലാം, മോനെ ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ബിവെയർ ഓഫ് അല്ലാഹ് യഹ്ഫദുക, അല്ലാഹു വിൽ പ്രൊട്ടക്ട് യു. നീ അല്ലാഹുവിനെ കുറിച്ച് ബോധത്തിൽ ജീവിക്കണം, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. യഹ്ഫദില്ലാഹ്, be conscious of Allah, tajiduhu tujahak, you can find him right in front of you. അല്ലാഹുവിനെ നിന്റെ കൺമുമ്പിൽ നിനക്ക് കാണാൻ കഴിയും. ആ വചനമാണ് മരണത്തിലേക്ക് നീങ്ങുന്ന നൂറ എന്ന പെൺകുട്ടി അവസാനം തന്റെ സഹോദരിയോട് പറയുന്നത്. ആ ഒരു സംഭാഷണം കഴിഞ്ഞതിൽ പിന്നെ ജീവിതത്തിന്റെ നന്മയിലേക്ക് തിരിച്ചു വന്നൊരു അനുഭവം ഈ 2 പെൺകുട്ടികളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരാൾ ഒരു പരീക്ഷണത്തിലാണ്, മറ്റൊരാൾ എല്ലാ സുഖത്തിലുമാണ്. നമുക്ക് പറയാൻ കഴിയുമോ പരീക്ഷിക്കപ്പെടുന്ന മുഴുവൻ ആളുകളും അല്ലാഹ് ഇഷ്ടപ്പെടാത്തവരാണെന്നാണോ? അല്ല. ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ അനുഭവിച്ചത് പ്രവാചകന്മാരാണ്. നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഈമാനിന്റെ മധുരമറിയണമെങ്കിൽ അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഹുബ്ബ്, പ്രേമം, ഇതെല്ലാവർക്കും ഉണ്ടാവും. അത് 10ാം ക്ലാസ് മുതൽ തുടങ്ങുന്ന ഒരു അസുഖമാണത്. അത് അള്ളാഹുവിനും റസൂലിനും വേണ്ടി കൊടുക്കുക. കല്യാണം കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് കൊടുക്കുക, ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കുക, പിന്നെ സജ്ജനങ്ങൾക്ക്, സ്വാലിഹീങ്ങൾക്ക്.
മനസ്സിൽ അല്ലാഹു ആവണം നമ്മുടെ ചിന്തയുടെ ആകത്തുക. നന്മയെ സ്നേഹിക്കുക, വെറുതെ മനുഷ്യ കോലത്തെയല്ല സ്നേഹിക്കേണ്ടത്. നിങ്ങളുടെ ശരീരം കണ്ട് സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളിലേറെ ഭംഗിയുള്ള ഒരു ശരീരം കണ്ടാൽ അയാൾ അവളിലേക്ക് പോകും, അതും അടുത്താൽ വേറൊരാളിലേക്ക് പോകും. അപ്പോഴേക്കും നിങ്ങൾ പറയും, എന്റെ അഭിമാനം ചതിച്ചുകൊണ്ടവൻ ചതിച്ചല്ലേ. മനുഷ്യൻ ചതിക്കും, പിശാച് മനുഷ്യനെ ചതിക്കുകയാണ്. ഒരു പുരുഷൻ വിചാരിക്കും എന്റെ ജീവിതത്തിന്റെ എല്ലാം അവളാണ്, പിന്നെ തോന്നും അല്ലേ അതൊന്നും അല്ലല്ലോ. അടുത്തത് മറ്റൊന്ന്, ഇങ്ങനെ ജീവിതയാത്രയിൽ തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് മനുഷ്യൻ ഓടുകയാണ്. എങ്ങനെ അല്ലാഹു നമ്മളെ സംരക്ഷിക്കും മുഅ്മിനേ? 3 വിഷയങ്ങൾ ഈമാനിന്റെ മധുരം നൽകുന്നു. അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ വ അയ്യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. നിങ്ങൾ ഒരാളെ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിനെ വിചാരിച്ചായിരിക്കണം. സ്നേഹിക്കാം, അള്ളാഹിനെ വിചാരിച്ച് സ്നേഹിക്കണം. ചുരുക്കം കണ്ടിട്ടല്ല സ്നേഹിക്കേണ്ടത്, മസിൽ കണ്ടിട്ടല്ല സ്നേഹിക്കേണ്ടത്, ഹൈറ്റ് വെയിറ്റും കണ്ടിട്ടല്ല. പിന്നെ എന്തിനാ? അള്ളാഹുവിനെ വിചാരിച്ച്. മസിലുള്ള ഒരാൾക്ക് അള്ളാഹുവിനെ ബോധമുള്ള നല്ലൊരു മനുഷ്യനാണെങ്കിൽ സ്നേഹിച്ചോ. പുരുഷൻ അവരുടെ കൂട്ടുകാരെ, പെൺകുട്ടികൾ അവരുടെ കൂട്ടുകാരികളെ, അങ്ങനെയാണ്. ക്രോസ് ജെൻഡർ അല്ല ഈ സ്നേഹം. അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം, പടച്ചതമ്പുരാന് വേണ്ടി ഒരാളെ ഇഷ്ടപ്പെടുക, വേറൊന്നും അവിടെ ലക്ഷ്യമില്ല. അള്ളാഹുവിന് വേണ്ടി ഒരാളെ സ്നേഹിക്കുക, ഭൂമിയിലുള്ള മനുഷ്യരെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, ജീവജാലങ്ങളെ പടച്ചതമ്പുരാനെ ഉദ്ദേശിച്ച് സ്നേഹിക്കുക. ഒരാളെ അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം സ്നേഹിക്കുക. അയാൾ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് പിന്മാറിയാൽ നിങ്ങളുടെ സ്നേഹം നിങ്ങൾ പിൻവലിക്കുന്നു. അങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ? ഈമാനിന്റെ മധുരം അറിയാം. നിസ്കാരത്തിനൊക്കെ രസമുണ്ടാകും കൂട്ടുകാർ സ്വാലിഹീങ്ങളാണെങ്കിൽ. കൂട്ടുകാർ കള്ളുടിയന്മാരാണെങ്കിൽ എന്താ അവസ്ഥ? മൂന്നാമത് പറഞ്ഞു, ഇസ്ലാം ഉപേക്ഷിച്ച് അവിശ്വാസത്തിലേക്ക് പോകുന്നത് തീയിലേക്ക് പോകുന്ന പോലെ പേടിക്കുന്ന ഒരാൾ. ഇന്ന് നിരീശ്വരവാദം സംവാദങ്ങൾ, നിരീശ്വരവാദികളുടെ സംവാദങ്ങൾ, അവരുടെ അവതരണങ്ങൾ, വിഷയാവതരണങ്ങൾ, സമർത്ഥനങ്ങള് യൂട്യൂബിലും സോഷ്യൽ മീഡിയകളിലും നമ്മുടെ ചെറുപ്പക്കാർ ഇവർക്കെന്ത് പറയാനുണ്ടെന്ന് കേട്ടു നോക്കട്ടെ എന്ന് കണ്ട് ഒന്ന് കേട്ടു നോക്കുകയും ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ വളച്ചൊടിക്കുകയും യഥാർത്ഥമായ വസ്തുതകളെ വളച്ചൊടിച്ച് സമർത്ഥിക്കുന്ന ഇത്തരക്കാരുടെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ ഈമാൻ നഷ്ടപ്പെട്ടു പോവുകയും അള്ളാഹുവിനോടും റസൂലിനോടും ഒരിക്കലും തോന്നാൻ പാടില്ലാത്ത ചിന്തകൾ തോന്നിത്തുടങ്ങുകയും ചെയ്താൽ പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? ഈമാൻ ഒരു മനുഷ്യൻ കുപ്പായം അണിയുന്ന പോലെ, കുപ്പായം ഊരി എറിയുന്ന പോലെ ചില ആളുകളിൽ നിന്നും ഈമാൻ ഉയർത്തപ്പെടുന്നുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുസ്ബിഹു മുഅ്മിന, നേരം വെളുത്തപ്പോൾ ആൾ മുസ്ലിമാണ്, വയുംസി കാഫിറ, ഒരു യൂട്യൂബ് വീഡിയോ കണ്ടതാണ്, അതിനുശേഷം വൈകുന്നേരമായപ്പോൾ ആൾ യുക്തിവാദിയായി മാറിയിട്ടുണ്ട്. യുംസി മുഅ്മിനൻ, രാത്രി വരെ മുസ്ലിമാണ്, നിസ്കാരമുണ്ട്, നേരം വെളുക്കുന്നതിനിടയിൽ അവൻ എന്തോ ഒരു യൂട്യൂബ് പ്രഭാഷണം കേട്ടതാണ് ഒരു യുക്തിവാദിയുടെ. അവിടം മുതൽ യുസ്ബിഹു കാഫിറ, നേരം വെളുക്കുമ്പോൾ ഉമ്മ ഇനി ഞാൻ നിസ്കരിക്കില്ല എന്ന് പറയുന്ന വിധം ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു കാലം അന്ത്യനാളിന്റെ മുമ്പിൽ. ഒരു ദിവസത്തിന്റെയും രാത്രിയുടെയും വ്യത്യാസത്തിൽ ഈമാനിൽ നിന്ന് കുഫറിലേക്കുള്ള യാത്രകൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കൈകളിൽ കിടക്കുന്ന സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരമോ അല്ലെങ്കിൽ സ്വാധീനമോ കൊണ്ട് ഒരു ദിവസത്തിനിടയിൽ എത്രയധികം ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, എത്ര ആളുകളുടെ വിഷലിപ്തമായ ഭാഷണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിനെ സംബന്ധിച്ച് പേടി വേണം. നരകത്തിലേക്ക് അള്ളാഹു എറിയുന്ന പോലെ തീയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ, തീ പോകട്ടെ, നട്ടുച്ച നേരത്ത് നിൽക്കാൻ കഴിയുമോ നമുക്ക്? വെയിലത്ത് തീ തൊടാൻ കഴിയുമോ കൈകൊണ്ട്? തീയിലേക്ക്, നരകത്തിന്റെ തീയ് ഇതിനേക്കാളും 70 ഇരട്ടി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ശതിശക്തമായ ചൂടുകൊണ്ടുണ്ടാക്കിയ നരകത്തിലേക്ക് എറിയപ്പെടുന്നത് എങ്ങനെ നിങ്ങൾ പേടിക്കുന്നുവോ അതുപോലെ യുക്തിവാദത്തിലേക്കോ യുക്തിരാഹിത്യത്തിലേക്കോ മതനിരാസത്തിലേക്കോ പോകുന്നത് പേടിക്കുന്ന ഒരു മനസ്സുള്ള ആളുകൾക്ക് ഈമാനിന്റെ മധുരമറിയാൻ കഴിയും. നിങ്ങൾ അള്ളാഹുവിനെ പരീക്ഷിക്കരുത്. അള്ളാഹു നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരും ഒരു മുസ്ലിം ഇല്ലെങ്കിലും അള്ളാഹു ഗനിയാണ്. ഹുവൽ മുഗ്നി ഹുവൽ മുഹീ ഹുവൽ മുമീതു ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അവന്റെ സിഫാത്തുല്ലാഹിൽ ഉൽയ, അത് അള്ളാഹുവിന് അങ്ങനെ നിലനിൽക്കുന്നു. നമ്മൾ ആരും അവന് സുജൂദ് ചെയ്തില്ലെങ്കിലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെയാണ്.
നമ്മളതിന് പറ്റൂലേ? അള്ളാഹു നമ്മളെ അങ്ങ് നിഷ്കാസനം ചെയ്ത് അതിന് പറ്റിയ ആളുകളെ അള്ളാഹു ഇങ്ങ് കൊണ്ടുവരും. ഈമാനിന്റെ മധുരം നമ്മുടെ കൽബുകളിലേക്ക് വരണം. അതുകൊണ്ട് ഈമാൻ എന്നത് ലൈസ ബിത്തമന്നി വലാ ബിത്തഹല്ലി, ഈമാൻ എന്നത് മനുഷ്യന്റെ മോഹമല്ല, വലാകിൻ ബിമാ വഖറ ഫിൽ ഖൽബ്, ഹൃദയത്തിനുള്ളിൽ കിടക്കുന്നു, വസദ്ദഖഹുൽ ലിസാൻ, ഹൃദയത്തിനുള്ളിലുള്ളത് നാവ് കൊണ്ട് വെളിവാക്കി പറയുകയും, വഅമിലത് ബിഹിൽ ജവാരിഹു വൽ അർക്കാൻ, നമ്മുടെ കർമ്മങ്ങളിലൂടെ പ്രതിഫലിക്കേണ്ടതാണ് ഇസ്ലാം. ഞാനൊരു മുസ്ലിമാണെന്ന് പറയുന്നത് കർമ്മങ്ങളിലൂടെ കാണിക്കേണ്ടതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. അതിന് ത്യാഗം വേണം, അതിന് അല്ലാഹുവിന് ത്യാഗം ചെയ്യാൻ കഴിയണം. നമ്മുടെ സമ്പത്തിൽ അല്ലാഹുവിന് അവകാശമുണ്ട് എന്ന് തോന്നണം, നമ്മുടെ സമയത്തിൽ അല്ലാഹുവിന് അവകാശമുണ്ടെന്നറിയണം. അതറിഞ്ഞതിന്റെ പേരിലാണല്ലോ നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു അങ്ങനെ തന്നെയായി സ്വീകരിക്കട്ടെ. നിങ്ങൾക്കൊക്കെ എത്രയോ തിരക്കുള്ള ആളുകൾ ഈ സമയം അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുന്നത് കേൾക്കാൻ വന്നിരിക്കുന്നത്, നമ്മുടെ സമയത്തിൽ നിന്ന് അല്ലാഹുവിന് അവകാശപ്പെട്ട സമയമുണ്ട്, അത് നാം വകവെച്ചു കൊടുക്കണം എന്ന ഒരാശയത്തിന്റെ പിന്നിലാണെങ്കിൽ നമ്മുടെ വരവ് ലാഭമാണ്, ഈ ഇരിക്കുന്നത് ലാഭമാണ്, കേൾക്കുന്നത് ലാഭമാണ്, ചിന്തിക്കുന്നത് ലാഭമാണ്. അല്ലാഹു ഇത് സൽക്കർമ്മമായി സ്വീകരിക്കുകയും നാളെ നമ്മെ രക്ഷപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ ദീനിന് താങ്ങായി നമുക്ക് നിൽക്കാൻ കഴിയണം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസ് സ്വഹീഹൈനിലുണ്ട്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ എന്ന ഹബീബിന്റെ ആദ്യ ഭാര്യ, നമ്മുടെ ഉമ്മയായ ഫാത്തിമ ബീവിയുടെ ഉമ്മയായ സർവമാന അഹ്ലു ബൈത്തും കടന്നു പോകുന്നത് ഫാത്തിമ ബീവിയിലൂടെയാണ്. അവരുടെ ഉമ്മയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. മഹദി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ വരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. യാ റസൂലല്ലാഹ്, ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിനോട് പറയുന്നു, നബിയേ ഹാദിഹി ഖദീജതു, നബിയേ ഖദീജ ബീവി ഇദാ അതത്, അങ്ങയുടെ മുമ്പിലേക്ക് വരുന്നു നബിയേ. വമഅഹാ ഇനാഉൻ ഫീഹി തുആമുൻ വശറാബ്, അങ്ങേക്ക് തിന്നാനും കുടിക്കാനുമുള്ള ഭക്ഷണവുമായി ഖദീജ ബീവി അതാ കൊണ്ടുതരുന്നു നബിയേ. ഇപ്പോൾ വരുന്നുണ്ട്, അങ്ങയുടെ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട് നബിയേ. ഫഇൻ ഹിയ അതത്, ഖദീജ ബീവി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ ഫഖറ അലൈഹാ മിർ റബ്ബിഹ സലാം വമിന്നി, ഞാനും അല്ലാഹുവും അവരോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞുവെന്ന് ഖദീജ ബീവിയോട് പറയണേ നബിയേ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. എന്താണ് ആ സർട്ടിഫിക്കറ്റ്? അല്ലാഹു സലാം പറഞ്ഞയച്ചു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു പോയിട്ടുണ്ട്. അസ്മാനി റബ്ബി ഫിൽ മലഇൽ അലാ ഖാല നഅം ഫബകാ ഉബയ്യ്. ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ വിളിച്ച് ഇതുപോലൊരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. സയ്യിദുൽ ഖുർആ, വിശുദ്ധ ഖുർആനിന്റെ പാരായണം ചെയ്യുന്ന, ഖുർആൻ പഠിക്കുന്ന ആലിമീങ്ങളുടെ നേതാവ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, ഉബയ്യേ അല്ലാഹു എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് സൂറത്തുൽ ബയ്യിന ഓതിത്തരണമെന്ന്. ഇരിക്കുന്ന ഉബയ്യേ, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. തങ്ങളോട് പറഞ്ഞു, ഉബയ്യ് തങ്ങൾക്ക് നിങ്ങൾ സൂറത്തുൽ ബയ്യിന ഓതി കൊടുക്കണം നബിയെ. ഉബയ്യ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അസമ്മാനി റബ്ബി ഫിൽ മലഇൽ അലാ, ഉന്നതമായ ലോകത്ത് അല്ലാഹു എൻ്റെ പേര് പറഞ്ഞോ നബിയെ, എൻ്റെ പേര് പറഞ്ഞോ? ഖാല നഅം, ഉബയ്യ് ഇബ്നു കഅബ് എന്ന് പറഞ്ഞു ഉബയ്യേ. ഫബകാ ഉബയ്യ്, ഉബയ്യ് റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് കരഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു നമ്മളെ പറ്റി പറയുന്നുണ്ടോ എന്ന് അറിയാൻ ഒരു എളുപ്പവഴിയുണ്ട്. അല്ലാഹു നമ്മളെ പറ്റിയൊക്കെ ആകാശലോകത്ത് പറയുന്നുണ്ടോ എന്നറിയാൻ. ഇതെന്താ? ഇൻ ദക്കറഹു ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, ഇൻ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻ. നമ്മൾ അല്ലാഹുവിനെ ഓർക്കുകയാണെങ്കിൽ, നമ്മൾ ഒറ്റയ്ക്ക് ദിക്ർ ചൊല്ലുകയാണെങ്കിൽ, നമ്മൾ അല്ലാഹുവിനെ ഓർക്കുകയാണത്. നമ്മൾ ആരാരും കാണാതെ ഒറ്റയ്ക്ക് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയാൽ, അല്ലാഹുവിനെ ഓർത്താൽ, അല്ലാഹു അവന്റെ നഫ്സിൽ നമ്മളെ ഓർക്കും. അല്ലാഹു ഒറ്റയ്ക്ക്. ഒരു സദസ്സിലാണ് നമ്മൾ അല്ലാഹുവിനെ ഓർക്കുന്നത്, ഒരു വീട്ടിലാണ് നമ്മൾ അല്ലാഹുവിനെ പറ്റി പറയുന്നത്, ഒരു ക്ലാസ് റൂമിലാണ് നമ്മൾ അല്ലാഹുവിനെ പറ്റി പറയുന്നത്, ഒരു മജ്ലിസിലാണ്, ഒരു സ്വലാത്തിന്റെ ദിക്റിന്റെ മജ്ലിസിലാണ് നമ്മൾ അല്ലാഹുവിനെ പറ്റി പറയുന്നത്, ഒരു വഅദിലാണ് അല്ലാഹുവിനെ പറ്റി പറയുന്നതെങ്കിൽ അല്ലാഹു ആ സദസ്സിനേക്കാളും ഖൈറായ ഒരു സദസ്സിൽ വെച്ച് നിങ്ങളെ അല്ലാഹു ഓർക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ലോകത്ത് ഓർക്കപ്പെടണമെങ്കിൽ അല്ലാഹുവിനെ സംബന്ധിച്ച് ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്,
ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വരുന്നു, നബി തങ്ങളോട് പറയുന്നു, നബിയേ ഖദീജ ബീവിയോട് ഒരു സന്തോഷം പറയണം. വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്നതി മിൻ ഖസബിൻ ലാ സഖബ ഫീഹാ വലാ നസബ്. നബിയേ ഒറ്റമുത്തിനാലുള്ള മനോഹരമായ ഒരു കൊട്ടാരം, ഒരു ഒറ്റമുത്ത് കൊണ്ടുണ്ടാക്കിയ കൊട്ടാരം. ഇത് ഭൂമിയിലെ മുത്തുകളല്ല, ഇത് സ്വർഗ്ഗലോകത്തെ ലുഅ്ലുകളാണ്. ആ ഒറ്റമുത്തിന്റെ മനോഹരമായ ഒരു കൊട്ടാരം, ലാ സഖബ ഫീഹാ വലാ നസബ്, അതിൽ ക്ഷീണമോ അനാവശ്യ വർത്തമാനങ്ങളോ കേൾക്കേണ്ടി വരാതെ ഖദീജ ബീവിക്ക് സ്വസ്ഥമായി ഇരിക്കാനുള്ള ഒരു പാലസ് അല്ലാഹു ഒരു പേൾ കൊണ്ട്, ഒരൊറ്റ മുത്ത് കൊണ്ട് അല്ലാഹു ഉണ്ടാക്കുന്നുണ്ടെന്ന് അവരോട് പറഞ്ഞേക്കണേ നബിയെ. ഖദീജ വരാറായി, ഞാൻ ഈ പറഞ്ഞത് അവരോട് പറയണേ എന്ന് പറഞ്ഞ് ഹബീബിൽ നിന്ന് ഉയർന്നു പോകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം. എന്തുകൊണ്ടെന്നറിയുമോ? നബി തങ്ങൾ പറയുമായിരുന്നു, എന്റെ ഖദീജയെ അല്ലാഹു അത്രമേൽ ഇഷ്ടപ്പെട്ടത്, ആമനത് ബി യൗമ കഫറ ബിന്നാസ്, എന്നെ ജനങ്ങളെ വിശ്വസിക്കാത്ത കാലത്ത് എന്നെ വിശ്വസിച്ചവരല്ലേ ഖദീജ റളിയല്ലാഹു അൻഹാ. ഹബീബിന് ഭ്രാന്താണെന്ന് പറഞ്ഞ ആളുകള് അന്നേരത്തെ ഹബീബിനോട് എന്താ ഖദീജ ബീവി പറഞ്ഞത്? ഖല്ലാ വല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ, നബിയെ അല്ലാഹു നിങ്ങളെ കൈവടിയുകയില്ലല്ലോ, അല്ലാഹു നിങ്ങളെ കൈവടിയുകയോ? اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. പനി പിടിച്ചോടി വരികയാണ് ഹബീബായ തങ്ങൾ. ജമ്മിലൂനി ഖദീജ, എനിക്ക് പുതപ്പ് തരണേ ഖദീജ, പനി ബാധിച്ചിരിക്കുന്നു ഖദീജ. ആരോ എന്നെ വന്ന് കെട്ടിപ്പിടിക്കുകയും ഓതാൻ പറയുകയും ചെയ്തുവെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അനുഭവം പറയുമ്പോ മഹദി പറഞ്ഞ മറുപടിയുണ്ട്, കല്ലാ, അങ്ങ് പേടിക്കരുതേ, ലാ യുഖ്സീകല്ലാഹു അബദാ, അല്ലാഹു നിങ്ങളെ കൈവടിയുകയില്ല ഭർത്താവേ. എന്തേ കാരണം? ഇന്നക ലതസിലുർ റഹിം, നിങ്ങൾ കുടുംബബന്ധം ചേർത്തുന്നവരാണ്. വതഹ്മിലുൽ കല്ല, ഭാരം ചുമക്കുന്നവരാണ്. വതുഗീതുൽ മൽഹൂഫ, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, വെള്ളപ്പൊക്കമോ കൊടുങ്കാറ്റുകളോ ഭൂകമ്പങ്ങളോ ഉണ്ടായാൽ സഹായത്തിന് ഓടിച്ചെല്ലുന്നവരല്ലയോ നബിയെ നിങ്ങൾ? അങ്ങനത്തെ ഒരാളെ അല്ലാഹു കൈവടിയില്ല. ഏറ്റവും നല്ല ചാരിറ്റി പ്രവർത്തനം നുബുവത്തിന്റെ മുമ്പ് ചെയ്ത സർട്ടിഫിക്കറ്റാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സ്വന്തം ഭർത്താവിന് കൊടുക്കുന്നത്. ഇതൊരു വലിയ സർട്ടിഫിക്കറ്റ് അല്ലേ? സ്വന്തം പെണ്ണുങ്ങളെടുത്ത് പുല്ല് വിലയിൽ എത്ര നേതാക്കന്മാരുണ്ടാവും ലോകത്ത്? പെണ്ണുങ്ങളെടുത്ത് നോക്കണ്ടേ? നാട്ടിൽ വലിയ സംഭവമാണ്, പക്ഷേ വീട്ടിൽ പുല്ല് വില. അങ്ങനെ പറയില്ലേ, നാട്ടിൽ വിലയില്ലാത്ത നോക്കണ്ട, നാട് വിട്ടാ പുല്ല് വിലയുണ്ട്. അപ്പോ ഇതങ്ങനെയല്ല, നാട് വിട്ടാ ഭയങ്കര വിലയാണ്, നാട്ടിൽ പുല്ല് വിലയാണ്. ഭർത്താവിന്റെ നന്മകൾ എടുത്തു പറഞ്ഞത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. അത് ജനൂനാണ്, അത് ജനൂനാണ്. അവിടെ പിന്നെ അതിൽ മറയില്ല, അവർക്കിനെ മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ, ഉള്ളത് പറയാലോ പെണ്ണുങ്ങൾക്ക്. അത് പറഞ്ഞു മുത്തുനബിയോട്. എന്ത്, നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മുടെ വളണ്ടിയർമാരൊക്കെ പോയില്ലേ, വിഖായ വളണ്ടിയേഴ്സ്, വൈറ്റ് ഗാർഡ് ഒക്കെ ഇറങ്ങിയില്ലേ നാടിലൊന്നാകെ, നിലമ്പൂരിലും കവളപ്പാറയിലും ഒക്കെ ചെന്ന് നമ്മൾ സഹായം ചെയ്തില്ലേ? അതിൻ്റെ ഒക്കെ നമ്മുടെ മാതൃക നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വതുഈനു അലാ നവാഇബിൽ ഹഖ്, നുബുവത്തിന്റെ മുമ്പ് നിബിതങ്ങൾ ഏറ്റവും വലിയ റിലീഫ് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ഖദീജ ബീവി പറഞ്ഞത്. ആ ഹബീബിനെ വിശ്വസിച്ചു. യൗമ കഫറ ബിന്നാസ്, ജനങ്ങൾ എന്നെ അവിശ്വസിച്ച കാലത്ത് എന്നിൽ വിശ്വസിച്ച ആദ്യത്തെ മുഅ്മിനത്തല്ലേ. ഇവിടെ പെണ്ണുങ്ങളുടെ മഹത്വം അറിയാൻ ഒരൊറ്റ കാര്യം മതി. ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് ഒരു പെണ്ണാണ്. ഇസ്ലാമിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് അതൊരു മഹദിയാണ്, ഖദീജ റളിയല്ലാഹു അൻഹ. പിന്നെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. അതുപോലെ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ഫഖറായിട്ട് അഭിമാനമായിട്ട് നബി തങ്ങൾ പറയുമായിരുന്നു, വആവതിനി യൗമ തറദനിന്നാസ്, ജനങ്ങൾ എന്നെ അട്ടിയോടിച്ചപ്പോൾ എനിക്ക് അഭയം തന്നവളാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. വസദ്ദഖതിനി യൗമ കദ്ദബനിന്നാസ്, ഞാൻ പറയുന്നത് നുണയാണെന്ന് ജനങ്ങൾ പറഞ്ഞ കാലത്ത് അങ്ങ് പറയുന്നത് സത്യമാണെന്ന് എന്നെ വിശ്വസിച്ചവരാണ്. വഅതതിനി മാലഹാ യൗമ ഹറമനിന്നാസ്, ജനങ്ങൾ ദീനിന് പൈസ തരാതെ നിന്നപ്പോൾ നബിയെ എന്റെ കാശ് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് ബിസിനസ്സിൽ നിന്ന് മഹദിക്ക് ലഭിക്കുമായിരുന്ന കാശ് ദീനിന് വേണ്ടി എടുത്തു കൊടുത്തവരാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. നാട്ടിലെ മദ്രസയൊക്കെ നടക്കാൻ നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ ഈ മാതൃകയെ നമ്മൾ ഉൾക്കൊള്ളണം ഇൻഷാ അല്ലാഹ്. ആളുകൾ കൊടുക്കാതിരുന്ന കാലത്ത് എന്റെ ഖദീജ തന്നില്ലേ ദീനിന്? എന്നെ വിശ്വസിക്കാത്ത കാലത്ത് അവരെന്നെ വിശ്വസിച്ചില്ലേ? ജനങ്ങൾ എന്നെ കള്ളനാണെന്ന് പറഞ്ഞപ്പോ എന്നെ സത്യസന്ധമാക്കി വിശ്വസിച്ചില്ലേ അവര്?
അതുകൊണ്ട് തന്നെ അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒറ്റമുത്തിന്റെ ഭവനം കൊടുത്തു ബീബി ഖദീജ റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവേ ഞങ്ങൾക്കും നന്മ ചെയ്യാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആമീൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു ഖദീജ ബീബി റളിയല്ലാഹു അൻഹ. അവരുടെ പ്രിയപ്പെട്ട മോളാണ്. അവിടുത്തെ എന്താ ലൈവില്ലേ? ക്ലിയർ അല്ല? സിഗ്നൽ ഇല്ല? ഓക്കേ. അപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് മഹദി റളിയല്ലാഹു തആല അൻഹ. അവരെ സംബന്ധിച്ച് സഹോദരിയുടെ മകൻ ഖാസിം എന്നിവർ പറയുന്നുണ്ട്, കാനത്ത് ആയിഷ റളിയല്ലാഹു അൻഹാ തസൂമുദ് ദഹർ, കാലം മുഴുവൻ നോമ്പെടുത്തിരുന്ന മഹദിയാണ് ഖദീജ ആയിഷ ബീബി റളിയല്ലാഹു തആല. ഒരുപാട് നോമ്പെടുക്കും, വിശുദ്ധ ഖുർആൻ ഒരുപാട് പാരായണം ചെയ്യും. ഒരുപാട് നമുക്കൊക്കെ ഇന്ന് ഈ ഫേസ്ബുക്കും വാട്സപ്പും ആ ഒരു ഡാറ്റയൊക്കെ വന്നതിന്റെ ശേഷം ഖുർആൻ ഓതാൻ പറ്റാതിരിക്കുന്ന ഒരു പ്രയാസങ്ങൾ അനുഭവിക്കണില്ലേ? ഖുർആൻ ഓതാൻ പറ്റൂല, അപ്പോഴേ കിട്ടി മെസ്സേജ് ഗ്രൂപ്പിൽ, പഠിച്ചവൻ എന്താ എടുത്തു നോക്കി, അപ്പോഴേക്കും ഫേസ്ബുക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നു, അപ്പോഴേക്കും അത് വേറൊന്ന് ലിങ്ക് വന്നു, അപ്പോൾ അത് കയറിപ്പോയി. പിന്നെ ഓതാൻ നേരല്ല. ഖുർആൻ ഓതാൻ കഴിയാതെ ഡാറ്റ അല്ലെങ്കിൽ വൈഫൈ ഉണ്ടായതിന്റെ പേരിൽ ഖുർആനിൽ നിന്ന് അകന്നു കഴിയുന്ന എത്രയായിരം നമ്മുടെ ചെറുപ്പക്കാർ. അതൊക്കെ ഒന്ന് കൂട്ടിവെച്ചിരുന്നെങ്കിൽ എത്ര ഖുർആൻ ഓതാമായോ? ഒന്ന് ആലോചിച്ച് നോക്കി. ആ കഴിഞ്ഞ കാലം ഇനി വീണ്ടെടുക്കാൻ കഴിയുമോ? ഇല്ല. ഇനി വരാൻ പോകുന്ന കാലം തിരിച്ചു കിട്ടുമോ? ഇല്ല. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണ്ടേ? നമ്മൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളൊക്കെ എത്ര വലിയ ശ്രേഷ്ഠമായതാണ് റബ്ബേ അല്ലാഹുവിന്റെ വചനം, എത്ര ശ്രേഷ്ഠമാണ് വിശുദ്ധ ഖുർആൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികത്തുകൂടെ നിസ്കാരം കഴിഞ്ഞാൽ മദീന പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഖാസിം റളിയല്ലാഹു അൻഹു മഹദി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ അരികത്തുകൂടെയാണ് പോകുന്നത്. അബ്ഇയാണ് ഖാസിം എന്നവരെ അബ്ദഉ ബിബൈതി ആയിഷ റളിയല്ലാഹു അൻഹാ ഫഉസല്ലിമു അലൈഹാ, എൻ്റെ ഉമ്മയുടെ സഹോദരിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഞാൻ സലാം പറയും. ഞാൻ അങ്ങനെ ഒരു ദിവസം ചെന്ന് സലാം പറയാൻ നോക്കുമ്പോൾ മഹദി റളിയല്ലാഹു അൻഹ എഴുന്നേറ്റ് നിന്ന് തസ്ബീഹ് ചൊല്ലുന്നു. മഹദി പിന്നെ ഖുർആൻ ഓതുന്ന നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു, ഖുർആൻ ഓതുന്നു. ഫാത്തിഹ കഴിഞ്ഞ് ബീവി ഇങ്ങനെ ഓതുന്നത് ഞാൻ കേട്ടു. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം ഇന്നാ കുന്നാ മിൻ قبل ندعوه إنه هو البر الرحيم. അതിങ്ങനെ ഓതാണ്. എന്തായാലും അർത്ഥം, സ്വർഗത്തിലേക്ക് സിറാത്ത് പാലം കടന്ന് അക്കരെ എത്തിയാൽ, സിറാത്ത് പാലം നരകത്തിന്റെ മീതെ അല്ലാഹു സ്ഥാപിച്ച പാലമാണ്. ജിസ്റുൻ മദ്റൂബുൻ അലാ മത്നി ജഹന്നം അഹദ്ദു മിനസ് സൈഫി വഅഖഫു മിനശ് ശഅരി, മുടിയേക്കാൾ നേർത്തതും വാളിനേക്കാൾ മൂർച്ചയേറിയതുമായ ഒരു ബ്രിഡ്ജ് നരകത്തിന്റെ മീതെ. വഇം മിൻകും ഇല്ലാ വാരിദുഹാ, നമ്മളൊക്കെ കടന്നു പോകണം. അല്ലാഹു നമ്മെ സലാമത്തിലാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ദീനിന്റെ സഹായികളായ നമ്മളെല്ലാവരെയും അല്ലാഹു സലാമത്തിലാക്കി തരട്ടെ. എത്ര വലിയ ഒരു ത്യാഗമാണ് റബ്ബേ. അമ്പിയാക്കന്മാരൊക്കെ പോകും, ഉമ്മത്തികൾ കടക്കുമ്പോൾ നബി തങ്ങൾ ആ ബ്രിഡ്ജിന്റെ തലക്ക് നിൽക്കുന്നതാണ്. അവിടെ നിന്ന് പറയും അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം. പടച്ചവനെ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിയാണ് ഈ പോകുന്നത്, രക്ഷപ്പെടുത്തണേ. അബ്ബേ എൻ്റെ ഉമ്മത്തിയാണ് ഈ പോകുന്നത്, രക്ഷപ്പെടുത്തണേ. അത് ഹബീബ് പറയണമെങ്കിൽ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണ്ടേ? 5 നേരത്തെ നിസ്കാരം നമുക്ക് കൊണ്ടുതന്ന ഹബീബ്, ആ ഏൽപ്പിച്ചത് നമ്മൾ മുറുകെ കൊണ്ടു നടക്കണ്ടേ മുഅ്മിനെ? ഫമന്നല്ലാഹു അലൈനാ, അല്ലാഹു നമ്മളോട് കരുണ കാണിച്ചുവല്ലോ. വവഖാനാ അദാബസ് സമൂം, നരകത്തിന്റെ അദാബ് അല്ലാഹു നമുക്ക് തൊടാതെ രക്ഷപ്പെടുത്തിയല്ലോ. ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉ, നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരായിരുന്നുവല്ലോ. ദുനിയാവിൽ ദുആ ഇരക്കണം, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ. ഇന്നഹു ഹുവൽ ബർറുർ റഹീം. ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ആ പാരായണം മഹദി തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ മദീനയുടെ സൂക്കിലേക്ക് പോയി എളാമയോടൊന്ന് സലാം പറയാമെന്നതാ. എളാമ ഖുർആനിലാണ്, നിസ്കാരത്തിലാണ്, അങ്ങനെ ഓതുകയാണ്, നിസ്കാരത്തിൽ നിന്നുകൊണ്ട് ഓതുകയാണ്. ഞാൻ അങ്ങാടിയിൽ പോയി തിരിച്ചു വന്നു, അപ്പോഴും ബീവി ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം إنا كنا من قبل ندعوه إنه هو البر الرحيم فذكر فما أنت بنعمة ربك بكاهن ولا مجنون. അത് സിദ്ദീഖ് എന്നവരുടെ മോള് ആയിഷ റളിയല്ലാഹു അൻഹ. ഇനി ഫാറൂഖ് എന്നവരുടെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹ ഹബീബിന്റെ ഭാര്യയാണ്.
നിബിതങ്ങളുടെ ഭാര്യമാരുമായി ഒരു പിണക്കം നടന്ന കാലം, നിബിതങ്ങളുടെ ഭാര്യമാരെ അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് ഭൗതിക സാഹചര്യങ്ങൾ വേണമെന്ന ഡിമാൻഡിന്റെ മേൽ അവരെ ത്വലാഖ് ചൊല്ലി മറ്റൊരാളെ വിവാഹം ചെയ്യാൻ അനുമതി നൽകണോ എന്ന് തീരുമാനിച്ച് അവരുടെ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഓടി വന്ന് നിബിതങ്ങളോട് പറയുന്നു, റാജിഅ ഹഫ്സ ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ. നബിയേ, ഹഫ്സ ബീവി അങ്ങ് സ്വീകരിക്കണേ, ഹഫ്സ ബീവിയെ അങ്ങ് കൈവടിയരുതേ, അവരങ്ങയുടെ ഭാര്യയായിട്ട് തന്നെ തുടരണം നബിയേ. ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ. അവരൊരുപാട് നിസ്കരിക്കുന്നവരാണ്, ഒരുപാട് നോമ്പെടുക്കുന്നവരാണ്. ഇവരൊക്കെ ചെറിയ പ്രായക്കാരാണ്, യുവതികളാണ്, പക്ഷേ ഇബാദത്തിൽ മുമ്പിലാണ്. മുഅ്മിനത്തുകളെ, സീരിയലും സിനിമയും തീർന്നിട്ട് ഈ ലോകത്ത് മരിക്കാൻ വരെ നേരം കിട്ടൂല. യൂട്യൂബിലെ വീഡിയോ കണ്ട് തീർന്നിട്ട് മരിക്കാൻ നേരം കിട്ടൂല. നമ്മൾ അതിന്റെ പിന്നാലെ പോവല്ലേ? നമുക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ? സമയം കൊല്ലല്ലേ? മുആദത്തുൽ അദവിയ എന്നൊരു മഹദിയെ നമുക്ക് പരിചയപ്പെടാം. അത് മഹാനായ ഒരു പണ്ഡിതന്റെ ഭാര്യയാണ്. സുലത്ത് ബിൻ അശ്യം റളിയല്ലാഹു തആല അൻഹു, താബിഈയാണ്. അവരുടെ ഭാര്യയായി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മുആദത്തുൽ അദവിയ, റാബിഅത്തുൽ അദവിയ ബീവിയെ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? അവരുടെ മഖാം ഫലസ്തീനിലാണ് റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് തൊട്ടപ്പുറത്ത് സൈത്തൂൻ മലയുണ്ട്, മൗണ്ട് ഒലീവ്. സൽമാൻ അൽ ഫാരിസി തങ്ങളെ സിയാറത്ത് ചെയ്താൽ ഒന്നുകൂടെ മുമ്പോട്ട് ഒരു ഇറക്കത്തിലേക്ക് ചെന്നാൽ അവിടെയാണ് റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ. വലിയ ഫഖീഹത്തും വലിയ ആബിദത്തുമായിരുന്ന മഹദി. അതുപോലെ അറിയപ്പെട്ട ഒരു മഹദിയാണ് മുആദ് സ്വഹാബിയുണ്ട്, മുആദ എന്ന താബിഇയത്താണ്. മുആദത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ വിവാഹം നടക്കുന്ന ദിവസമാണ്. എന്തെല്ലാം കോപ്രായങ്ങളാണ് നമ്മളൊക്കെ കാട്ടിക്കൂട്ടുന്നത് വിവാഹത്തിന്റെ തലേ ദിവസവും അതിന്റെ 2 ദിവസം മുമ്പും അന്നും ഒക്കെ. എന്തൊക്കെ ആ പരിപാടിയൊക്കെ നിന്നിക്കണില്ലേ ഇപ്പൊ അല്ലേ? നിർത്തിയില്ലേ? JCB കൊണ്ടുപോലൊക്കെ നിർത്തിയില്ല ഇപ്പൊ? മയ്യത്ത് കെട്ടിൽ കൊണ്ടുപോലൊക്കെ അൽഹംദുലില്ലാ. ഇനി തുടങ്ങാൻ പോവാണോ? അല്ലാഹു അഅലം. പാലത്തിങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഉണ്ടാവില്ല, അൽഹംദുലില്ലാ. ഉണ്ടാവാൻ സമ്മതിക്കും ചെയ്യരുത്. അതാ ഞാൻ പറയുന്നത്. ഒരു ഇബാദത്തല്ലേ, അന്ന് കോപ്രായത്തരം കാട്ടരുത്. ജീവിതത്തിലെ ബർക്കത്ത് നഷ്ടപ്പെടും. ഇന്ന് പ്രശ്നം എന്താ വെച്ചാൽ കല്യാണം നിയന്ത്രിക്കുന്ന കുട്ടികളാണ്. വീട്ടിലത്തെ വാപ്പിയും പൈസ അങ്ങനെ കൊടുക്കാന്നല്ലാണ്ട്. അപ്പൊ ആരാ ഈ പരിപാടിയൊക്കെ, ഈ നമുക്ക് പറ്റാത്ത ഈ പരിപാടിയൊക്കെ ആരാ കൊണ്ടുവന്നത്? ഭയങ്കര നിശാ നൈറ്റുകളും എന്താ പറയാ നൃത്ത സംഗീതങ്ങളും ഒക്കെ. അത് പിന്നെ കുട്ടികളെ ഓരോതല്ല, അവര് നമുക്കറിയില്ല ആര് കാരണന്മാര് പറയാം ഒരേ പൈസ കൊടുക്കണത്. ആ കുട്ടികള് പിന്നെ കുട്ടികൾ പൈസ കൊടുക്കട്ടെ, അവര് നടത്താൻ നമ്മൾ നടത്തി കൊടുക്കുക. അപ്പൊ നമ്മൾ അവരൊരുപോലെ കുറ്റക്കാരാണ്, ഒരുപോലെ കുറ്റക്കാരാണ്. ഞാൻ ഈ പറയുന്ന ഈ ചരിത്രം ഞാൻ തന്നെ വായിച്ചതിൽ അത്യപൂർവമായ അത്ഭുതമുള്ള ഒരു ചരിത്രമാണ്. വളരെ ചെറിയൊരു സംഭവമാണ്. ഒരു പുതിയാപ്പിളക്ക് ഫസ്റ്റ് നൈറ്റിൽ കിടന്നുറങ്ങാൻ കഴിയാതെ ഇബാദത്തിലായി കഴിഞ്ഞ ഒരു അനുഭവമാണ് സുലത്ത് ബിൻ അശ്യം റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം വലിയൊരു മഹാനാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു ചരിത്രമുണ്ട്. സിംഹം വന്ന് കാബൂളിൽ ഒരു ധർമ്മ സമരം നടക്കുമ്പോൾ സുലത്ത് ബിൻ അശ്യം റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മുമ്പിൽ ഒരു സിംഹം വന്ന് പെട്ടൊരു രംഗമുണ്ട്. അത് മറ്റൊരു ചരിത്രം. ഇതിലേക്ക് വരാം. മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുകയാണ് സുലത്ത് ബിൻ അശ്യം തങ്ങൾ. അപ്പൊ അന്ന് കുളിപ്പുരകളാണ്, അന്ന് പെയ്ഡ് ബാത്റൂമുകളുള്ള കാലമാണ്. വീട്ടിൽ കുളിപ്പുരകൾ ഉണ്ടാവില്ല. ചൂടുവെള്ളം കിട്ടണമെങ്കിൽ ചൂടുവെള്ളം കൊടുക്കുന്ന കുളിപ്പുരകളുണ്ട്. അത് നമ്മൾ ബാംഗ്ലൂരിലൊക്കെ ഇപ്പുണ്ടോന്ന് അറിയില്ല. ബസ് ഇറങ്ങി ചെന്നാൽ കുളിക്കാൻ ഒരു ചെറിയ ചന്ദ്രിക സോപ്പും ഒരു തോർത്തും തന്നിട്ട് 10 രൂപ 20 രൂപ കൊടുത്താൽ കുളിക്കാൻ പറ്റുന്ന സംവിധാനം അല്ലേ? എപ്പോഴും ഉണ്ടാവും അല്ലേ? ബാംഗ്ലൂർക്കാരൊന്നുമില്ലേ? ഉണ്ട്. ബാത്റൂമുകൾ വാടകക്ക് പറഞ്ഞാൽ കുളിച്ചു ഇറങ്ങി കൊടുക്കണേ. പിന്നെ അങ്ങനെ സംവിധാനം അറബ് ലോകത്തുണ്ടായിരുന്നു. അപ്പോ സുലത്ത് ബിൻ അശ്യം തങ്ങളെ അന്ന് അത് ഒരു ഇന്നത്തെ സവാന അല്ലെങ്കിൽ സ്റ്റീം ബാത്ത് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ അന്നത്തെ രീതിയിൽ അന്നുണ്ട്. സ്റ്റീം ബാത്ത് ഉണ്ട് അവിടെ, ചുടുവെള്ളം കൊണ്ട് ആവി പിടിക്കലും ഒക്കെ ഉണ്ട്. അതിനൊക്കെ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. അതൊക്കെ കൂടുതലുണ്ടായിരുന്നത് ഷാമിലാണ്, ഡമസ്കസിലായിരുന്നു, ഫലസ്തീനിലായിരുന്നു. പക്ഷേ മദീനയുടെ പരിസരങ്ങളിൽ ഒക്കെ ഒരൽപ്പമെങ്കിലും അല്പം വളരെ ചെറിയ രീതിയിൽ കണ്ടിട്ടുണ്ട്. കൂടുതൽ അങ്ങ് നോർത്ത് വെസ്റ്റിലായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഇരിക്കട്ടെ, സുലത്ത് ബിൻ അശ്യം തങ്ങളെ മഹാനവറുകളുടെ സഹോദരപുത്രൻ നമുക്ക് നല്ലൊരു ഫ്രഷ് കുളിച്ച് പുതിയാപ്പിളായി പോവല്ലേ, മഹാനവറുകളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. അദ്ദേഹം ഒരു ആബിദാണ്, ചെറുപ്പക്കാരനാണ്, ഭയങ്കര ഇബാദത്താണ്. അപ്പോ അവിടെ ചെന്ന് നോക്കുമ്പോൾ തിളച്ച വെള്ളമാണ്. ചുടുവെള്ളം വീട്ടിലുണ്ടാക്കാൻ കഴിയില്ല. ആ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് കുളിക്കുക. അപ്പൊ നല്ല ആവിയും ചൂടുമൊക്കെ കിട്ടുന്ന ഒരു, അന്നൊക്കെ തണുപ്പ് നാടാണ്, ഷാമൊക്കെ തണുപ്പുള്ള നാടാണ്. ഈ സമയത്തൊക്കെ അവിടെ നല്ല മഞ്ഞ് പെയ്യുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഇപ്പോഴൊക്കെ ജോർഡാനിലൊക്കെ നല്ല തണുപ്പാണ്, നല്ല തണുപ്പാണ്. ഒരു യൂറോപ്പിന്റെ അക്കരെ മെഡിറ്ററേനിയൻ കടലല്ലേ ഫലസ്തീന്റെ പരിസരത്ത്. മെഡിറ്ററേനിയൻ കടന്നാൽ സൈപ്രസിന്റെ അപ്പുറത്ത് ഇറ്റലിയും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ കിടക്കുകയാണ്. അപ്പോൾ ഒരു യൂറോപ്പിന്റെ ഒരു കാലാവസ്ഥയുടെ ടച്ച് വരും. അങ്ങ് ലെബനോൻ, സിറിയയുടെ ഭാഗങ്ങളിലൊക്കെ, ജോർഡാനിലൊക്കെ നല്ല തണുപ്പാണ്. ഇപ്പൊ നല്ല
തണുപ്പുള്ള സമയമാണ്. ഇരിക്കട്ടെ, മഹാനായ സുലത്ത് ഇബ്നു അശ്യം തങ്ങള് അതിലേക്ക് കണ്ട് കയറിയപ്പോൾ മഹാന് ഖബറും പരലോകത്തിന്റെ പേടിയും വേദനയും ഹിസാബും ഒക്കെ ഓർമ്മ വന്നു. റബ്ബേ, ഈ തിളച്ച വെള്ളം നരകവാസികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന തിളച്ച വെള്ളമല്ല റബ്ബേ. ഈ ഇരുട്ടുമുറിയിൽ എന്നെ ഈ വെച്ച് ഈ ആവി പിടിപ്പിക്കുന്നത് നരകത്തിന്റെ ആവിയാകുമോ? സമൂമുൻ ഹമീം. എന്നിട്ട് പേടിച്ചു മഹാനവറുകൾ. അങ്ങനെ കല്യാണത്തിന്റെ ആ വൈകുന്നേരമാണ്, കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ പെണ്ണിന്റെ അരികത്തേക്ക് മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹയുടെ അരികത്തേക്ക് പുതിയാപ്പിളയെ ആനയിച്ചു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. മഹാനവറുകൾ നേരെ മുസല്ല വിരിച്ചു. അല്ലാഹു അക്ബർ. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. അപ്പൊ പുതിയണ്ണ് പിന്നെ എന്താ ഇപ്പൊ എന്റെ ഭർത്താവിന്റെ കഥ എന്ന് പറഞ്ഞിരുന്നില്ല. അവരും പോയി ഒതു കൊടുത്തു, മുസല്ല വിരിച്ചു. അല്ലാഹു അക്ബർ. രണ്ടാളും സലാം വീട്ടി. അപ്പൊ അടുത്ത റക്അത്ത് നിസ്കരിക്കാൻ തോന്നി. ഒരു റക്അത്ത് രണ്ടും കൂടെ കഴിയട്ടെ. പുതിയണ്ണ അപ്പുറത്തുണ്ട്, പുതിയാപ്പിള ഇവിടെ ഉണ്ട്. രണ്ടാളും നിർത്തണോ നിർത്തണ്ടേ? സുബ്ഹാനല്ലാഹ്. നേരം വെളുക്കുന്നവരെ നിസ്കരിച്ചു. അതിൽ ജ്യേഷ്ഠന്റെ മകൻ വന്ന് ചീത്ത പറഞ്ഞു, ഇങ്ങനെ പുതിയാപ്പിള ചെയ്യല്, നേരം വെളുക്കുന്നവരെ നിസ്കരിക്കാനാ പോയി കല്യാണം കഴിച്ചു കൊടുത്തത്? ഒന്ന് വർത്തമാനം അറിഞ്ഞിരിക്കേണ്ട, ഒന്ന് പരിചയപ്പെടേണ്ട ദിവസമല്ലേ ഇത്? എന്ത് പരിപാടിയാണ്? അപ്പൊ പറഞ്ഞു, സഹോദരാ, ദക്കർതനിൽ ആഖിറ, പരലോകം നീ എനിക്ക് ഓർമ്മപ്പെടുത്തി, ഞാൻ അതിൽ പേടിച്ചുപോയി. ഇങ്ങനൊരു സംഭവം ചരിത്രത്തിൽ അത്യപൂർവമാണ്. അത് സുലത്ത് ഇബ്നു അശ്യം റഹ്മത്തുള്ളാഹി അലൈഹിയിൽ സംഭവിച്ചൊരു അത്ഭുതമാണ്. അവരുടെ ഭാര്യയും അങ്ങനെ തന്നെയാണ്, മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ. മഹാന്റെ കൂടെ ഒരു യുദ്ധത്തിന് സംബന്ധിച്ചപ്പോ അവർ പറയാണ്, ഒറ്റക്ക് കുറ്റിക്കാടിന്റെ മറവിൽ പോയി മഹാൻ നിസ്കരിക്കുമായിരുന്നു. അപ്പോ ഞാൻ പിന്നാലെ കൂടി, ഒരാൾ പറയുന്നു, ഞാൻ പിന്നാലെ ചെന്നു, എന്താണ് അവർ ചെയ്യുന്നത് എന്ന്. യസീദ് ഇബ്നു വാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മരത്തിന്റെ മീതെ കയറി, ഞാൻ താഴെ നിന്നു. അപ്പോഴാണ് ഒരു സിംഹത്തിന്റെ ഗർജനം കേൾക്കുന്നത്. ഞാൻ പേടിച്ചു. ഞാനങ്ങ് മരത്തിന്റെ മീതെ കയറി. എല്ലാവരും ഉറങ്ങാണ്, സൈന്യം. രാത്രിയിൽ അവർ വിശ്രമിക്കുകയാണ്. പക്ഷേ സുലത്ത് റഹ്മത്തുള്ളാഹി അലൈഹി നിസ്കാരത്തിലാണ്, തഹജ്ജുദിൽ. സുബ്ഹാനല്ലാഹ്, ആ സിംഹം വന്നു. ഞാൻ എന്നെ കടിക്കുമോ എന്ന് പേടിച്ച് മരത്തിന്റെ മുകളിൽ പേടിച്ചു നിൽക്കുകയാണ്. സുലത്ത് റഹ്മത്തുള്ളാഹി അലൈഹി റുകൂഉം സുജൂദൊക്കെ കൂളായി ആ സിംഹം അരികത്ത് വന്ന് മഹാനവറുകളുടെ മുമ്പിൽ വന്ന് ചെറിയ റോറിംഗ് ശബ്ദമുണ്ടാക്കി വരുന്നു. നിസ്കാരം മുറിച്ചില്ല. റബ്ബേ, സലാം വീട്ടുന്നവരെ ആ സിംഹം അരികത്തിങ്ങനെ ചാരിങ്ങനെ നിന്നിങ്ങനെ പോയി. മഹാനായ റഹ്മത്തുള്ളാഹി അലൈഹിയെ ഒന്നും ചെയ്തില്ല. ആ നോക്കി നിന്ന ആള് പറയാൻ, യസീദ് ഇബ്നു വാഹിദ് എന്നവർ പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഇപ്പൊ കടിക്കും. ഇപ്പൊ കടിച്ചില്ല. റുക്കൂയിൽ കടിക്കുമായിരിക്കും, അപ്പോഴും കടിച്ചില്ല. സുജൂദിലെത്തിയ ഉറപ്പായിട്ട് തലക്ക് കടിക്കുമായിരിക്കും, കടിച്ചില്ല. ഇങ്ങനൊരു മഹാത്ഭുതം ഞാൻ മഹാനെ കണ്ടു. എന്നിട്ട് ഞാൻ നേരം വെളുക്കുന്നവരെ ആ മഹാന്റെ പിന്നിൽ നിന്നു. ആ മഹാൻ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നുണ്ട് അല്ലാഹുവിനോട്. ആ ദുആ എന്നെ കരയിപ്പിച്ചു. പക്ഷേ ഞാനിത് കാണുന്നത് അവർ അറിഞ്ഞിട്ടില്ല. അങ്ങനെ സുബ്ഹിയാകുന്നതിന്റെ മുമ്പ് ക്യാമ്പിൽ എല്ലാവരും ഉറങ്ങുന്നിടത്തേക്ക് ഇദ്ദേഹം തിരിച്ചു വന്നു. എന്നിട്ട് പുതപ്പിനടിയിൽ ചെന്നിട്ട് സുബ്ഹിക്ക് എഴുന്നേൽക്കുമ്പോൾ ഒരാൾ ഊര് വലിഞ്ഞ് ഉറക്കം തീരാതെ എഴുന്നേൽക്കുന്ന ഒരാളെ പോലെ, ഉറങ്ങിയ ആളെ പോലെ നടിച്ചുകൊണ്ട് അദ്ദേഹം എഴുന്നേൽക്കുന്നതും ഞാൻ കണ്ടു. വളരെ റാഹത്തിൽ അവർ സുബ്ഹി നിസ്കരിച്ചു. ഞാൻ മെല്ലെ പോയിട്ട് ചോദിച്ചു, അല്ല, ഇന്നലെ സിംഹം വന്നതും നിങ്ങൾ ആ ദുആയിരുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്നോട് ഞാൻ മരണം വരെ മിണ്ടൂല എന്ന് പറഞ്ഞു സുലത്ത് ഇബ്നു അശ്യം റഹ്മത്തുള്ളാഹി അലൈഹി. നീ ഇത് ഫ്ലാഷ് ആക്കാൻ പോവാണല്ലേ? നമ്മളൊക്കെ സെൽഫി എടുക്കൂലേ സിംഹത്തിന്റെ മുമ്പ്? സുബ്ഹാനല്ലാഹ്. ഞാൻ നിന്നോട് മരണം വരെ മിണ്ടൂല, നീ എന്നെ പറ്റിച്ചല്ലേ, ഞാൻ ചെയ്യുന്നത് നീ എന്തിനാ നോക്കാൻ വന്നത്? അതാണ് പറഞ്ഞത്. തോന്നിവാസം ചെയ്തതല്ലത്, നന്മ ചെയ്തത് മറച്ചു വെക്കുക. അതാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. അങ്ങനെ ആവേണ്ടത്. ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും 10 ചെയ്തതായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുക, അങ്ങോട്ട് പരസ്യപ്പെടുത്തുക. അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന തിന്മകൾ നമ്മൾ മറച്ചു വെക്കണില്ലേ? നമ്മുടെ നന്മയും മറച്ചു വെച്ചേക്കും. നമ്മൾ തിന്മ മറച്ചു പിടിക്കണില്ലേ? ആരും അറിയരുത്. നന്മയും. അത് മഹദിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ വാക്കാണ്. നമ്മൾ മുആദത്തുൽ അദവിയ്യയാണ് ഈ പരിചയപ്പെടുന്നത്. റാബിഅത്തുൽ അദവിയ്യ എന്ന മഹദി പറഞ്ഞതാണ്, ഉക്തുമു ഹസനാതികും കമാ തക്തുമൂന സയ്യിആതികും. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ മറച്ചു പിടിക്കുന്ന പോലെ നിങ്ങളുടെ നന്മകളും നിങ്ങൾ ആരോടും വിളിച്ചു പറയണ്ട. അത് നിങ്ങളും അല്ലാഹുവും അറിഞ്ഞാൽ മതി. മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ. യാ അല്ലാഹ്, സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇങ്ങനെ ജീവിച്ച ആളുകളെ പോലെ നമുക്ക് ആവാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ട് ഈ ജീവിതം. ഇത്രമേൽ സാർത്ഥമാക്കിയെടുക്കാം, അർത്ഥമുള്ളതാക്കി എടുക്കാൻ കഴിയുമെന്നെങ്കിലും നമ്മളൊന്ന് ആലോചിക്കേണ്ടേ? മഹദി റളിയല്ലാഹു തആല അൻഹ രാത്രിയായാൽ ഈ പുതിയ പെണ്ണ് മഹദിയായ മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പറയും, നേരം വെളുത്താൽ അല്ലാഹു എനിക്കൊരു പകൽ തന്നു. ഈ പകലിൽ ഞാൻ മരിച്ചേക്കാം. അപ്പോൾ രാത്രി വരെ ഇബാദത്താണ്. രാത്രി അബ്ബേ ഈ ഉറക്കത്തിൽ ഞാൻ മരിച്ചാലോ, അപ്പോഴും ഇബാദത്താണ്. അറിയാതെ ഉറങ്ങിപ്പോകുന്ന ഉറക്കമൊഴികെ. മഹാനായ സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഭർത്താവ് സുലത്ത് ഇബ്നു അശ്യം തങ്ങളും അവരുടെ മോനും ഷഹീദായ വിവരം മഹദി റളിയല്ലാഹു തആല അൻഹയെ അറിയിക്കുകയാണ്. ആ രംഗം സാബിത്തുൽ ബുനാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭർത്താവ് മരിച്ചു, സുലത്ത് ഇബ്നു അശ്യം എന്നവരാ യുദ്ധത്തിൽ. മകനും മരിച്ചിട്ടുണ്ട്. രണ്ടാളും മരിച്ചു എന്ന് എങ്ങനെ ഒരു വീട്ടുകാരോട് എന്ന് പറയാം? ഇന്ന് സുബ്ഹാനല്ലാഹ്, ഇന്ന് എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഷൊർണൂരുള്ള അവരുടെ
ഓങ്ങല്ലൂര് ഇന്ന് പട്ടാമ്പിക്കടുത്ത് ഓങ്ങല്ലൂർ എവിടെയാണ് ഓങ്ങല്ലൂര് ചെറുപ്പശ്ശേരി അടുത്തല്ലേ ഓങ്ങല്ലൂരിൽ അദ്ദേഹത്തിന്റെ എൻ്റെ സുഹൃത്ത് അബൂബക്കർ സഹാജിയുണ്ട്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഇന്ന് വൈകുന്നേരം ഉച്ചക്ക് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകൻ ഇന്നലെ മരണപ്പെട്ടു. മകൻ മരണപ്പെട്ടത് ബാപ്പയെ അറിയിക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം രോഗാവസ്ഥയിൽ ഒരു കോമാ സ്റ്റേജിൽ കിടക്കുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞ് 10 മിനിറ്റിനകം അദ്ദേഹം മരിച്ചു. വാപ്പയും മകൻ മരിച്ചു എന്ന് പറഞ്ഞു കൊടുത്തതാണ്. അപ്പോഴേക്കും വാപ്പയും അസുഖമായി കിട. മകൻ ബ്ലഡ് ക്യാൻസർ ആയിട്ട് 2 മാസം ചികിത്സയിലായിരുന്നു. അല്ലാഹു ഒരാൾ ഉമ്മർകുട്ടി, മകൻ വാപ്പ അഹമ്മദ് കുട്ടി എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. 2 പേർക്കും അല്ലാഹു നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ, സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. മരിച്ചു എന്ന വിവരം അറിയിക്കുമ്പോൾ മനസ്സിൽ താങ്ങാൻ കഴിയില്ലല്ലോ. അങ്ങനെയല്ലേ മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ അവസാന കാലം തങ്ങൾ അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് വന്നപ്പോഴും ഭാര്യ വഫാത്തായത് തങ്ങളോട് അറിയിച്ചിരുന്നില്ല എന്നാണ്. അത് മെല്ലയാ അറിയിച്ചത്. തങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷണലായി പോകുമോ? പക്ഷേ എല്ലാം അവധാനതയോടുകൂടെ കൈകാര്യം ചെയ്ത സയ്യിദ് അവറുകൾ ഭാര്യ വഫാത്തായിട്ടുണ്ടെന്ന് അറിയിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഖബറൊന്ന് കാണിച്ചു തരാൻ ഞാൻ പോയി നിസ്കരിക്കട്ടെ അവിടെ എന്ന് പറഞ്ഞ് ഖബറിങ്കലേക്ക് നീങ്ങിയ മഹാനായ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ. നമുക്കൊക്കെ മരണവാർത്ത സ്വീകരിക്കാൻ വലിയ പ്രയാസമാണ്. സാബിത്തുൽ ബുനാനി തങ്ങൾ പറയാൻ മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയോട് നിങ്ങളുടെ ഭർത്താവ് സുലത്ത് ബിൻ അഷിയം തങ്ങളും നിങ്ങളുടെ മകനും മരണപ്പെട്ടിട്ടുണ്ട്, ഷഹീദുകളാണ് എന്ന് പറയാൻ ചെല്ലുമ്പോൾ ഒരു കൂട്ടം പെണ്ണുങ്ങൾ വന്നപ്പോൾ മഹദി അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, മർഹബൻ ബികുന്ന ഇൻ കുൻതുന്ന ജിഅ്തുന്ന ലിതുഹന്നിഅനി. നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കാനും നിങ്ങൾ എന്നെ അഭിനന്ദനം അറിയിക്കാനാണ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് വരാം. അഭിനന്ദനങ്ങൾ, കൺഗ്രാജുലേഷൻസ്. അങ്ങനെ ഉണ്ടോ? മരിച്ചൊരു വീട്ടിൽ ചെന്നിട്ട് അഭിനന്ദനങ്ങൾ എന്ന് പറയും ആരെങ്കിലും? നിങ്ങൾ എന്നോട് പറയേണ്ടത് അഭിനന്ദനങ്ങൾ, മുആദ നിങ്ങൾ സന്തോഷിച്ചോളൂ എന്നാണ് പറയാൻ. അങ്ങനെയാണെങ്കിൽ വന്നോളൂ എന്നല്ലാതെ എന്റെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് കരയാനാണെങ്കിൽ എന്റെ വീട്ടിലേക്ക് കയറരുത് എന്നവരെ പറഞ്ഞയച്ച മഹദി കൂടിയാണ് മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. എന്തെന്നറിയോ? മുസീബത്തുകളെ സ്വീകരിക്കാനുള്ള ഒരു മനക്കരുത്ത് നമുക്ക്. ഈ ലോകം അങ്ങനെയാണ്. എപ്പോഴും നമ്മൾ വിചാരിക്കണം നമ്മൾ മരിക്കും, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കള് ഒക്കെ അവർക്കൊക്കെ പരീക്ഷണങ്ങൾ വരും. നമ്മൾ അതറിയണം, അത് ചിന്തിക്കണം, അത് സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാവണം. പെട്ടെന്ന് ഷോക്കായി മരിക്കുക, അതിന്റെ ആവശ്യമില്ല. ഈ ലോകം അങ്ങനെയാണ്. നമ്മുടെ ഇഷ്ടപ്പെട്ടവർ നമ്മൾ വേർപിരിഞ്ഞു എന്ന് അടുത്ത 1 മണിക്കൂറിനുള്ളിൽ കേൾക്കേണ്ടി വന്നേക്കാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അഫീറത്തുൽ ആബിദ റളിയല്ലാഹു തആല അൻഹ മറ്റൊരു മഹദി. ഈ മുആദ മഹദിയെ കുറിച്ച് പറയുന്നുണ്ട്. മരണം ആസന്നമായപ്പോൾ മുആദ ബിബി റളിയല്ലാഹു അൻഹ മരണമാസന്നമായപ്പോൾ ചിരിക്കുകയും കരയുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം കരഞ്ഞു, പിന്നെ അങ്ങ് ചിരിച്ചു. അപ്പൊ മരണാസന്നമായി കൊണ്ടിരിക്കുകയാണ്. മുആദ ബീവിയോട് ചോദിച്ചു, ഇവർ താബിഇയ്യത്താണ്, സ്വഹാബിയത്തല്ല, എന്തിനാണ് നിങ്ങൾ ബക്കൈതി സുമ്മ ദഹക്തി? മുആദ നിങ്ങൾ കരഞ്ഞുവല്ലോ പിന്നെ ചിരിച്ചുവല്ലോ. ഫമിമ്മൽ ബുകാഉ വമിമ്മൽ ദഹക്. എന്തിനാണ് നിങ്ങൾ ചിരിച്ചത്, എന്തിനാണ് കരഞ്ഞത് ഒന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? അപ്പൊ മെല്ലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. സക്കറാത്തിൽ കിടക്കുന്ന മഹദി, യാ അല്ലാഹ്, ഞാൻ കരഞ്ഞത് ദകർതു മുഫാറഖതസ് സിയാം, ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഇനി നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ എന്ന് ഞാൻ ഓർത്തുപോയി. നിസ്കരിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർത്തുപോവുകയാണ്. അപ്പോഴെനിക്ക് സങ്കടം തോന്നി. എന്നോടൊരാൾ പറഞ്ഞു, രാത്രിയാവാൻ കൊതിയാണിപ്പോ, തഹജ്ജുദ് നിസ്കരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് രാത്രിയാവാൻ കൊതിയൂറി നടക്കുകയാണ്. അതൊക്കെ ഒരു വലിയ ഈമാനിന്റെ വാക്കാണ്. അള്ളാഹു നമുക്കൊക്കെ ആ ആനന്ദം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. രാത്രിയാവാൻ കൊതിച്ചത് പകൽ മുഴുവൻ രാത്രിയുണ്ടല്ലോ, എനിക്ക് അള്ളാഹുവിനോടൊന്ന് തുറന്ന് സംസാരിക്കണം, എനിക്ക് റബ്ബിന്റെ മുമ്പിൽ എന്റെ വിഷയം രാത്രി വരുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. എന്താണ് പറയണത് മുഅ്മിനെ? ഒരു തലശ്ശേരിയുള്ള ഒരാളാണ് പറഞ്ഞത്, യാ അല്ലാഹ്, നമുക്കൊക്കെ അള്ളാഹു ഈമാൻ നൽകട്ടെ. എന്താണ് പറയുന്നതൊക്കെ? സത്യസന്ധമായിട്ട് പറയാം, വേറൊന്നും കിട്ടാനൊന്നുമില്ലല്ലോ, ആരും അറിയിക്കാനൊന്നും അല്ലല്ലോ. അത് തഹജ്ജുദിൽ ഒരു ആനന്ദം വരുന്നു. ഞാൻ കരഞ്ഞത് ഇനി അല്ലാഹുവിനെ സുബ്ഹാനല്ലാഹ് പറയാൻ എന്റെ നാവ് കൊണ്ട് കഴിയില്ലല്ലോ. മരിക്കല്ലേ, സ്വലാത്തിന്റെ മജ്ലിസിൽ ഇനി ഇരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കരയാൻ തുടങ്ങിയത്, കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. പിന്നെ ഞാൻ ചിരിക്കാൻ കാരണം, ഇന്നി നളർതു ഇലാ അബി സുഹ്ബാ, ഞാൻ മരിക്കാൻ പോകുന്ന ഈ നേരത്ത് എന്റെ ഭർത്താവ് അബു സുഹ്ബാ, അതായത് സുലത്ത് ബിൻ അഷിയം റഹ്മത്തുള്ളാഹി അലൈഹി, സുഹ്ബാഇന്റെ ഉപ്പ, എനിക്ക് അബു സുഹ്ബാഇനെ കാണാൻ കഴിഞ്ഞു. മരിക്കുമ്പോൾ അങ്ങനെ കാണാൻ കഴിയുന്ന, മരിച്ചു കഴിഞ്ഞാൽ അതിലേറെ കാണും. മലക്കുകളെ മരിക്കാൻ പോകുന്ന ഒരാൾ കാണുന്ന, മരിച്ചാൽ അതിലേറെ കാണും. മുൻകർ നക്കീർ അലൈഹിസ്സലാമിനെ കാണൂലേ?
ജനാസ അനുഗമിക്കുമ്പോൾ മലക്കുകളെ കാണും മയ്യത്ത്. പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മരണം ശരിക്കങ്ങ് ദേഹത്തിൽ കയറി തുടങ്ങിയാൽ കാണാത്ത ലോകങ്ങൾ കാണും. അത് വിഭ്രാന്തിയല്ല, മാനസിക അവസ്ഥ നിലതെറ്റലൊന്നും അല്ല. അത് നബി തങ്ങൾ പറഞ്ഞു, മനുഷ്യന് കാണാൻ കഴിയും, നിങ്ങൾക്ക് കാണാൻ കഴിയും, നിഷേധിക്കുന്നതൊക്കെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അബൂ സുഹ്ബാഇനെ ഞാൻ കണ്ടു. ഖദ് അഖ്ബല ഫീ സുഹ്നിദാരിൻ അലൈഹി ഹുല്ലതാനി ഖുദറാൻ. നല്ല മനോഹരമായ ഒരു വീടിന്റെ മുന്നിൽ എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയ ഷഹീദായ സുലത്ത് ഇബ്നു അശ്യം തങ്ങൾ അബൂ സുഹ്ബാ മനോഹരമായ 2 പച്ച പുതപ്പ് ധരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. വകാന ഫീ നഫരിൻ, എന്റെ ഭർത്താവിന്റെ ചുറ്റും വേറെയും ഒരുപാട് ആളുകളുണ്ട്. വല്ലാഹി മാ റഅയ്തു ലഹും ഫിദ്ദുന്യാ ശബഹ, ഈ ലോകത്ത് കാണുന്ന ഒരു മനുഷ്യരെ പോലെയുമല്ല, അത്രമേൽ സൗന്ദര്യമുള്ള ഒരു കൂട്ടം ആളുകൾക്കിടയിൽ എന്റെ ഭർത്താവ് മനോഹരമായ ഒരു വീടിന്റെ മുന്നിൽ നല്ല മനോഹരമായ 2 പച്ച പുതപ്പ് പുതച്ച് നിൽക്കുന്ന സന്തോഷത്തിന്റെ മുഖം ഞാൻ കണ്ടു. എനിക്ക് ഉറപ്പാവുകയാണ് എന്നെ സ്വർഗ്ഗലോകത്തേക്ക് കൊണ്ടുപോകാൻ വിളിക്കാൻ വന്ന പോലെ. ഫളഹിഖ്തു, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ. അല്ലാഹു നമുക്കൊക്കെ ഹുസ്നുൽ ആഖിബത്ത് അല്ലാഹു തരട്ടെ, ഹുസ്നുൽ ഖാതിമ, മരിക്കുമ്പോൾ നല്ല നിലയ്ക്ക് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. സിനിമ പാട്ടും പാടി നടന്നാൽ അത് പാടിയിട്ടായിരിക്കും മരിക്കുക. സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ സിനിമ കണ്ടിട്ട് ഇങ്ങനെ റിമോട്ട് ഓഫാക്കാൻ മറന്നിട്ടാകാരം മരിക്കുക. യമൂത്തുൽ അബ്ദു അലാ മാ കാന അലൈഹി, കള്ളുടിയന്മാരത് കുടിച്ചിട്ടായിരിക്കും മരിക്കുക. വ്യഭിചാരികൾ വ്യഭിചരിച്ചിങ്ങനെ കിടക്കുന്ന ജനാപത്ത് പോലും കുളിച്ചിട്ടുണ്ടാവില്ല, അപ്പോഴായിരിക്കും മരിക്കാന്ന്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. തിന്മ ചെയ്യുന്നവർ, സ്ഥിരം കൊണ്ടു നടക്കുന്നവർ ആ തിന്മയിലായിട്ടാണ് മരിക്കുക. സജ്ജനങ്ങൾ നന്മ ചെയ്യുന്നവർ ആ നന്മയിലായിട്ടാണ് മരിക്കുക. യുഹ്ശറു അലാ മാ മാത അലൈഹി, എങ്ങനെ മരിച്ചുവോ അങ്ങനെയാണ് അല്ലാഹുവിന്റെ അടുത്തേക്ക് പുനർജന്മം നൽകപ്പെടുന്നത്. നാളെ അങ്ങനെ ആടിങ്ങനെ വരുന്ന ആൾക്കാരുണ്ടാവും, 4 കാലിൽ ദുനിയാവിൽ കള്ളുടിച്ച് മരിച്ചതാണ്, വരാൻ കാണാൻ കഴിയും. എങ്ങനെ ഇവിടെ മരിച്ചു അങ്ങനെയാണ് പുനർജന്മം അല്ലാഹു നൽകുന്നത്. മഅദല്ലാഹ്, അല്ലാഹു സ്വാലിഹീങ്ങൾക്ക് നൽകുന്ന പുനർജന്മം അല്ലാഹു നമുക്കും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹദി റളിയല്ലാഹു തആല അൻഹ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന നേരത്തെ മഹദി ജീവിതത്തിന്റെ ആനന്ദം ഏത് വഴിയിലൂടെയാണെന്ന് പറഞ്ഞു. എന്റെ ഭർത്താവ് ഷഹീദാണ് സുലത്ത് ഇബ്നു അശ്യം എന്നവർ ലോകത്തോട് വിട പറഞ്ഞതിൽ പിന്നെ മഹദി റളിയല്ലാഹു അൻഹു ഒരു തലയണ വെച്ച് ഉറങ്ങിയിട്ടില്ലത്രേ. മകളോട് പറഞ്ഞു, അത് മുലകുടി ബന്ധമുള്ള ഒരു മോളാണ്, അവരോട് പറഞ്ഞു, മോളെ വല്ലാഹി യാ ബുനയ്യ, എന്റെ മോളെ, എന്റെ ഭർത്താവിന്റെ മരണശേഷം ഞാൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത് നല്ല ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഇവിടെ ആസ്വദിക്കാനോ അല്ല, പക്ഷേ ഞാൻ ജീവിക്കാൻ ഇനി ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിലേക്ക് വസീലകളിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കാനാണ്. ജീവിച്ചിരിക്കുമ്പോഴല്ലേ നന്മ ചെയ്യാൻ കഴിയുകയുള്ളൂ. ലഅല്ലഹു യജ്മഉനി വബൈന അബിസ് സുഹ്ബാ വവലദിഹി ഫിൽ ജന്ന, നാളെ സ്വർഗ്ഗത്തിൽ അബൂ സുഹ്ബാഇന്റെ കൂടെ എന്റെ മകന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞാനൊന്ന് അധ്വാനിക്കണ്ടേ, അതിനാണ് ഞാൻ വരുന്നത്, അതിനാ ഞാൻ ഇനി ജീവിക്കുന്നത്. മരിച്ചത് പുഞ്ചിരിച്ചുകൊണ്ട്. അമ്മമാരെ, നമ്മുടെ മക്കളൊക്കെ മദ്രസയിലേക്കെങ്കിലും ഒരു നല്ല രീതിയിൽ പറഞ്ഞയച്ച് അവർക്കൊരു സന്തോഷം വരുന്ന രീതിയിൽ അവരെ ഒരുക്കി കൊടുത്ത്. ഒരു കുട്ടി ഇങ്ങനെ മദ്രസക്ക് റബീഉൽ അവ്വലിൽ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം കണ്ടല്ലോ, അമ്മമാരൊന്നും രാവിലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണില്ല, ഞങ്ങൾക്ക് അടുക്കള മുമ്പ് സമരത്തിന് ഇറങ്ങാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അല്ലേ, എന്തൊരു നല്ലൊരു പവർഫുൾ സ്പീച്ചാണത്. രാവിലെ കുട്ടിക്ക് ബിസ്ക്കറ്റും തണുത്ത ചായയും കൊടുത്തിട്ട് വിടുന്നത്. പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് ഉസ്താദിന്റെ വക 2 അടി വേറെയും, അങ്ങനെ ആകെ ഉറക്കം തൂങ്ങി ഉന്മേഷമില്ലാതെ മദ്രസക്ക് പോകുന്നത്. ഞങ്ങൾക്കൊരു നല്ല ഭക്ഷണന്മാരെ ഈ വാട്സപ്പൊക്കെ ഒന്ന് കൂട്ടിച്ചുണ്ടാക്കി തന്നൂടെ, ഇനിയും ഒരു നല്ല ചായയും കടിയും തരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇനി അടുക്കളുടെ മുമ്പിൽ നിരാഹാര സമരം കിടക്കാൻ തന്നെ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞു ഒരു കൊച്ചു കുട്ടിയുടെ ഒരു രസകരമായ ഒരു ഭാഷണം. അതൊക്കെ റബീഉൽ അവ്വലിന്റെ സമയത്തേ കിട്ടുള്ളൂ. അത് ഹറാമെന്ന് പറഞ്ഞിടന്നാൽ പിന്നെ ഇതൊന്നും കേൾക്കാനുള്ള അവസരം ഉണ്ടാവില്ല. അപ്പോ ഇതൊരു വലിയ മെസ്സേജാണ്, ഇതൊരു വലിയ മെസ്സേജാണ്. നമ്മൾ നമ്മുടെ ദീനിനോട് കാണിക്കുന്ന അഭിനിവേശം, അതിനോട് കാണിക്കേണ്ട സ്നേഹം, അത് കുറഞ്ഞു പോകുന്നതിന്റെ ഒരു ലക്ഷണമാണത്. സ്കൂളിലൊക്കെ പോകണമെങ്കിൽ ഷൂ ഒക്കെ കറക്റ്റ് തന്നെയല്ലേ, സോക്സ് എടുത്തില്ലേ, നിറം മാറിയിട്ടൊന്നുമില്ലല്ലോ, റൈറ്റ് ടു ലെഫ്റ്റ് ഒക്കെ ഓക്കെ അല്ലേ, ബാഗ് എടുത്തോ അതെടുത്തോ ഇതെടുത്തോ, ബസ് വരാനായി ഇപ്പൊ തന്നെ പോയിരുന്നോ മദ്രസക്ക്. ആ കുട്ടി പല്ലും തേക്കണം കഴിഞ്ഞിട്ട് ഉമ്മ വന്നതും പോയതും വന്നതും ഉമ്മ അറിഞ്ഞിട്ടില്ല, അപ്പോഴൊക്കെ ഉമ്മ ഉറങ്ങുകയാണ്. അങ്ങനത്തെ എത്ര വീടുകളുണ്ട് മുമ്പിനെ, നമ്മൾ ആലോചിച്ച് നോക്കി. എന്താണെന്നറിയോ, നമുക്ക് അതിന്റെ വില മനസ്സിലാവാത്തത്. ഒരു ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു പുതു മുസ്ലിം, അവരുടെ കൽബിലെ ഈമാനെങ്കിലും നമുക്ക് വേണമെന്ന് പറയാം. അവരുടെ കൽബിലെ ഈമാൻ എത്ര വലിയ ഈമാനാണ് അവർക്ക്. നമുക്ക് നിങ്ങൾ വെറുതെ കിടും, ഏതൊരു സാധനം വെറുതെ കൊടുത്താൽ വില ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല അല്ലേ.
നമുക്കത് വെറുതെ കിട്ടിയപ്പോൾ നമുക്ക് വില മനസ്സിലായിട്ടില്ല. ഇതിനൊക്കെ ദാഹിച്ച് നടക്കുന്ന ആളുകളുണ്ട് മുഅ്മിനീങ്ങളെ. അല്ലാഹു നമുക്ക് ഈമാനിന്റെ മധുരം അല്ലാഹു അറിയാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിനോട് സ്നേഹമുണ്ടോ, നബി തങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് സ്നേഹമുണ്ട്, ഞങ്ങൾക്ക് സ്നേഹമുണ്ട്. അപ്പൊ അല്ലാഹു പറഞ്ഞു എന്നാ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ, നിങ്ങൾക്ക് സ്നേഹമുണ്ടോ ഇല്ലേ എന്നറിയാൻ. സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോ സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് അവകാശം പറഞ്ഞ് ഒരുപാട് ആളുകൾ വന്നപ്പോ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബകും. അല്ലാഹുവിനോട് സ്നേഹമുണ്ടല്ലേ, എന്നാൽ ഫത്തബിഊനി, നിങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റണമേ, പിന്തുടരണമേ. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? എന്നിട്ട് സ്നേഹം പറഞ്ഞാൽ അത് ശരിയാണ്. എന്താണ് സ്നേഹം, എന്താണ് സ്നേഹം, എന്താണ് പ്രേമം, എന്താണ് പ്രേമം, അനുരാഗം എന്ന് ചോദിച്ചാൽ അതിനൊരു ഡെഫിനിഷൻ കൊടുക്കാൻ കഴിയുമെങ്കിൽ മഹാനായ അബ്ദുല്ലാഹിൽ ഖുറശി തങ്ങൾ കൊടുത്തൊരു ഡെഫിനിഷൻ ഉണ്ട്. സ്നേഹം എന്താണ്? അൻതഹബ കുല്ലക ലിമൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെട്ട ആൾക്ക് നിന്നെ മുഴുവനായിട്ട് അങ്ങോട്ട് കൊടുക്കലാണ്. അതാണ് സ്നേഹം. നീ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നിന്നെ മുഴുവനായിട്ട് അങ്ങ് കൊടുക്കുക. എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെയാണ്. എന്ത് ചോദിച്ചാലും കൊടുക്കുക. അപ്പൊ നിനക്കായിട്ടൊന്നുമില്ല, എല്ലാം അവർക്ക്. അതുകൊണ്ടാണ് അവര് പറഞ്ഞത് മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഈഥാറുൽ മഹ്ബൂബി അലാ ജമീഇൽ മസ്ഹൂബ്, നമ്മുടെ കയ്യിലുള്ള മുഴുവതിനേക്കാളും നമ്മുടെ പ്രേമഭാജനമാണ് വലുത് എന്ന് വിചാരിക്കലാണ്. അത് അള്ളാഹിനെ പറ്റിയ വിചാരിക്കണം. ഉമ്മാനെ വാപ്പാനേക്കാളൊക്കെ വലുതിന്റെ കാമുകനാന്ന് പറഞ്ഞ് പോവലല്ല. ഇതൊക്കെ കടുത്ത നീതി നിഷേധവും നന്ദികേടുമാണ് മിനിമം പറഞ്ഞാൽ. ഇത് രണ്ട് ചെറുപ്പക്കാർ ചെറിയ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. നീ എന്താ അവിടെ ഓടിച്ചു കൊണ്ടുവന്നില്ലേ? എടോ, അവരുടെ സ്വന്തം ഉമ്മാനി വാപ്പാനും തള്ളി പറഞ്ഞ് എന്റെ കൂടെ വരിക എന്ന് പറഞ്ഞ അവളെ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു അല്ലേ? നിങ്ങൾ കണ്ടോന്ന് അറിഞ്ഞില്ല. അതൊരു നല്ല മെസ്സേജാണ്. മാഷാ അല്ലാഹ്, അത് ചെയ്ത് നന്നായിട്ടുണ്ട്. ആ ഒരു മെസ്സേജ് കൊടുക്കണം. എന്താ, നിന്റെ കൂടെ സ്നേഹിച്ച് ഞാൻ ജീവിക്കാൻ ഒരുങ്ങുകയാണ്. ഈ 20 വയസ്സുള്ള മോള് സമപ്രായക്കാരനോ മുതിർന്നാളോ ആയ തന്റെ കാമുകനോട് പറയാൻ, എന്നാലേ ഞാൻ എൻ്റെ ആങ്ങളെയും പെങ്ങളെയും എൻ്റെ ഉമ്മാനും എൻ്റെ നാട്ടുകാരെയും എൻ്റെ മഹല്ലും എൻ്റെ മദ്രസയും എൻ്റെ പഠിച്ച സർട്ടിഫിക്കറ്റ് അതൊക്കെ ഞാൻ മാറ്റി വെച്ച് നിന്റെ കൂടെ വരാം. നിങ്ങളുടെ പേര് ഇരുന്നോന്നാ പറയേണ്ടത്. നിന്റെ സ്വന്തം ഉമ്മയുടെ ഉപ്പയുടെ പൊരുത്തമില്ലാതെ നിന്റെ ഉമ്മയെയും ഉപ്പയെയും കണ്ണീരിലാഴ്ത്തി ആര് നിനക്ക് സന്തോഷിപ്പിക്കാൻ കഴിയും? അവർ കണ്ണീര് കുടിക്കല്ലേ. ഓടിയവർ മുഴുവൻ തളർന്നിരിക്കാൻ, ഓടിപ്പോയവർ മുഴുവൻ വേണ്ടില്ലായിരുന്നു എന്ന് ഒരു ആവേശമാണ്. ചിലതെങ്കിലും വശംവദരാക്കാൻ വേണ്ടി കൈവിഷം പോലെയുള്ള സിഹറുകൾ ചെയ്തുകൊണ്ടെങ്കിലും ഇണയെ അല്ലെങ്കിൽ തന്റെ കൂട്ടുകാരിയെ വശംവദരാക്കാൻ സിഹറു പോലും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അങ്ങനെ പിന്നെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആര് പറഞ്ഞാലും പിന്തിരിയൂല, എന്ത് ഉപദേശിച്ചാലും അവർക്ക് തിരിയില്ല. അതൊരു വലിയ അപകടമാണ്. അതിന് അവസരങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. കുഴിയിൽ വീണിട്ട് വീഴണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് വീണു, എല്ലാവരും കണ്ടു. അങ്ങനെയാണ്. അത് വീഴാതെ സൂക്ഷിക്കുക. അതുകൊണ്ട് സ്നേഹം അള്ളാഹു നൽകിയ വഴികളിലൂടെ ആവട്ടെ, അത് അനധികൃതമായ വഴികളിലൂടെ പോവാതിരിക്കട്ടെ. അങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കണം. മഹാനായ അബൂബക്കർ ഖത്താനി റഹ്മത്തുള്ളാഹി അലൈഹി സ്നേഹത്തിന്റെ ഒരു ഡെഫിനിഷൻ നൽകി മക്കയിലെ ഹറമിൽ നടന്ന ഒരു ചർച്ചയിൽ. മക്കയിൽ ഒരു ഹജ്ജിന്റെ സമയം മഹാന്മാരായ ആളുകൾ കൂടിയിരുന്ന് ഹറമിൽ ഒരു ചർച്ച നടക്കുകയാണ്. ഹറമിലെ ചർച്ച ഭയങ്കര രസകരമായ ചർച്ച. ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി അന്നൊരു ചെറിയ കുട്ടിയാണ്. അപ്പോ ഹറമിലുള്ള ചർച്ചയാണ്. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇവിടുന്ന് അൽബേ കിട്ടുക, KFC ഇവിടെ കിട്ടുക എന്നൊക്കെ. ഹറമിൽ ചെന്നിട്ട് സുബ്ഹാനല്ലാഹ്, അവിടെ നിന്നെങ്കിലും വല്ല കാരക്കും വെള്ളം കുടിച്ച് ജീവിച്ചാൽ പോരെ. എന്നിട്ട് നിസ്കാരത്തിന് സഫിൽ ബാക്കിലാണ്, അൽബേക്കിന് മുമ്പിൽ ആ ക്യൂലൊക്കെ പോയി ഇങ്ങനെ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ചിക്കൻ തിന്നാൻ വേണ്ടിയിട്ട് ഹറമ് പോയതാ, ഉംറക്ക് കായ് കൊടുത്തിട്ട്. ആ വിലപ്പെട്ട സമയം ഹറമിൽ ഇഅ്തികാഫിലിരുന്ന് ഒന്ന് ഖുർആൻ ഓതി അല്ലാഹുവിനോടൊന്ന് തൗബ ചെയ്ത് എന്നൊന്ന് കഴുകിത്താ റബ്ബേ. സ്വാലിഹീങ്ങളും ആബിദീങ്ങളും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരും ഹാദിറാകുന്ന സ്ഥലമാണത്, 2 ഹറമുകൾ. അവിടെ ചെന്നിട്ടും നമ്മൾ ദുന്യവിയായ ചർച്ചകളിലാണ്. ജുനൈദുൽ ബഗ്ദാദി എന്ന കുട്ടിയാണ്. മഹാനായ അബൂബക്കറുൽ ഖത്താനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അവിടെ കൂടിയ മശായിഖന്മാർ എന്താണ് സ്നേഹം, എന്താണ് പ്രേമം? അല്ലാഹുവിലുള്ള സ്നേഹം, അല്ലാഹുവിലുള്ള സ്നേഹം. നമ്മുടെ നാട്ടിലെ സിനിമകളൊക്കെ ഇങ്ങനെ ജാതി മതം നോക്കണ്ട, പ്രേമിച്ചോ, ഡ്രൈവറുടെ കൂടെ ഇറങ്ങിപ്പോയിക്കോ, ഇതൊക്കെ പഠിപ്പിച്ചിരുന്നത്. അതാണ് നമ്മുടെ കുട്ടികൾ കാണുന്നത്, കേൾക്കുന്നത്. അതിന് ഹീറോവൽക്കരിക്കപ്പെടുകയാണ്. അതങ്ങ് ചെയ്യുകയാണ്. കണ്ണും കാഴ്ചയും നിയന്ത്രിക്കാതെ സംസ്കാരം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കാം. അവർ മക്കയിലാണ്. അല്ലാഹു മക്കയെ ഹറമുകൾ അല്ലാഹു ഇസ്സത്തിലാക്കട്ടെ. ലോക രാജ്യങ്ങളിൽ അല്ലാഹു സമാധാനം പുനഃസ്ഥാപിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്നേഹം എന്താണ് അവർ ചർച്ച ചെയ്തു. എന്താണ് സ്നേഹം?
എല്ലാവരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു സ്നേഹത്തിന്റെ ഡെഫിനിഷൻ. അന്ന് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ കൊച്ചുകുട്ടിയാണ്. അവർ ചോദിച്ചു, ജുനൈദ്, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? മഹാനവറുകൾ ഇറാഖിൽ നിന്ന് വന്ന ആളാണ്. ഇറാഖുകാരനെ നിങ്ങളുടെ കൈകളിലുള്ളത് എന്താണ്? ഒന്ന് തരൂ. ജുനൈദ്, സ്പീക്ക് ഔട്ട്. നിങ്ങളൊന്ന് പറയും, എന്താണ് സ്നേഹം എന്ന് പറയൂ. മഹാനവറുകൾ തല താഴ്ത്തി, കണ്ണുകൾ നനഞ്ഞു, എന്നിട്ട് തലയുയർത്തി. എന്താണ് സ്നേഹം എന്ന് പറയൂ എന്നാ പറഞ്ഞത്. തല താഴ്ത്തി, കണ്ണുകൾ നനഞ്ഞു, പിന്നെ കണ്ണുയർത്തിയപ്പോൾ ആ കണ്ണുകളിൽ വെള്ളമുണ്ട്. എന്നിട്ട് പറഞ്ഞു, ആരാണ് സ്നേഹിക്കുന്ന ആളെന്നറിയുമോ? അബ്ദുൻ ദാഹിബുൻ അൻ നഫ്സിഹി മുത്തസിലും ബിദിക്രി റബ്ബി. ഇതാണ് പ്രേമം. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ഈ പ്രേമമാണെങ്കിൽ നമുക്ക് നാളെ രക്ഷപ്പെടാം. സ്നേഹമെന്നത് സ്നേഹിക്കുന്ന ഒരാൾ സ്വന്തം ശരീരത്തിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരാൾ, മുത്തസിലും ബിദിക്രി റബ്ബിഹി, തന്റെ റബ്ബിന്റെ സ്മരണയിൽ എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാൾ, സ്വന്തത്തിൽ നിന്ന് ഓടുകയും സൃഷ്ടാവിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരാൾ, ഖായിമുൻ ബിഅദാഇ ഹുഖൂഖിഹി, ആ ഒരുത്തൻ എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞോ അത് നിർവഹിക്കുന്നവൻ, നാദിറുൻ ഇലൈഹി ബിഖൽബിഹി, ആ രക്ഷിതാവിനെ കണ്ണുകൊണ്ട് നോക്കാൻ കഴിയുന്നവൻ, ഫഇൻ തകല്ലമ ഫബില്ലാഹ്, അവൻ സംസാരിക്കുന്നത് അല്ലാഹുവിനെ കുറിച്ചാണ്, വഇൻ തഖഫ അനില്ലാഹ്, അവൻ വാചാലനാകുന്നത് അല്ലാഹുവിനെ കുറിച്ചാണ്, വഇൻ തഹറക ഫബി അംരില്ലാഹ്, അവൻ വാഹനമെടുക്കുന്നത്, നടക്കുന്നത്, ഓടുന്നത് അല്ലാഹുവിന്റെ വഴിയിലാണ്, വഇൻ സകന ഫമഅല്ലാഹ്, അവൻ അടങ്ങിയിരിക്കുമ്പോഴും അവൻ അല്ലാഹുവിന്റെ കൂടെയാണ്, ഫഹുവ ബില്ലാഹ്, അവൻ അല്ലാഹുവിനോടൊപ്പം, വലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി, വമഅല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ. ഇതങ്ങ് പറഞ്ഞപ്പോൾ ഹജ്ജിന് വന്ന മക്കായിലെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എല്ലാ മശായിഖന്മാരായ പണ്ഡിതന്മാരും അവിടെ കൂട്ടക്കരച്ചിലാണുണ്ടായത്. സ്നേഹത്തിന് ഇത്ര മനോഹരമായൊരു നിർവചനം കൊച്ചുപ്രായത്തിൽ നൽകിയ ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി. ഇതിലൊന്നും ഇനി കൂട്ടാനില്ല. സ്നേഹം വായ കൊണ്ട് പറയലല്ല, അത് നിർവഹിച്ചു കാണിക്കലാണ്. സുബഹി നിസ്കരിക്കാത്ത ഒരാൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും? നിസ്കാരം ഖളാ ആക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിനെ ഇഷ്ടമുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും? പറഞ്ഞ നേരത്തെ നമ്മൾ വന്നില്ലല്ലോ, അള്ളാഹ് പറഞ്ഞ നേരത്തെ നമ്മൾ നിർവഹിച്ചില്ലല്ലോ. സ്വന്തം മാതാപിതാക്കളോട് പിണങ്ങുന്ന മക്കൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഉമ്മയും വാപ്പയും സ്വഭാവങ്ങൾ മോശക്കാരായിക്കോട്ടെ, നിനക്കുണ്ടാവാലോ, പെർഫെക്റ്റ് മാതാപിതാക്കളൊന്നും ഉണ്ടാവില്ല. മാതാപിതാക്കളും ചിലപ്പോൾ അവരുടെ സ്വഭാവത്തിലൊക്കെ മോശം ഉണ്ടാവും. എന്നാലും എന്റെ ഉമ്മയാണ്, ഉപ്പയാണ്, അവരോട് നല്ല നിലക്ക് പെരുമാറാൻ അള്ളാഹ് പറഞ്ഞു, അല്ലെ? നിസ്കരിക്കാൻ പറഞ്ഞില്ലേ? ഉമ്മയും വാപ്പയും നന്നായി നിസ്കരിച്ചാൽ മതി എന്നാണോ? അല്ല, അവരെന്തോ ആകട്ടെ, നമുക്ക് നിസ്കരിക്കണം. അതുപോലെ ഉമ്മയോട് വാപ്പയോട് നന്മ ചെയ്യണം. അവർ എങ്ങനെ ആയിക്കോട്ടെ, അവർ നമുക്ക് ഉമ്മയാണ്, ഉപ്പയാണ്. ഇങ്ങോട്ട് ദുൽമ ചെയ്യുന്ന ഉമ്മയും വാപ്പ ഉണ്ടാവും. സ്വന്തം മക്കളിൽ വേർതിരിക്കുന്ന ഉമ്മമാരുണ്ട്. ഒരു മോളെ വല്ലാത്ത ഇഷ്ടം, മോനെ തീരെ കണ്ടുകൂടാ, എന്താ ചെയ്യാ? ഒരു മോന്റെ കുട്ടിനെ തീരെ കണ്ടുകൂടാ, മോളെ കുട്ടിനെ വല്ലാത്ത സ്നേഹം, അല്ലെ തിരിച്ചു മറിച്ചുണ്ടാവും. മോന്റെ കുട്ടിനെ മാത്രം മതി, മോളെ കുട്ടിനെ കണ്ടുകൂടാ. ഇങ്ങനെയൊന്നും ചെയ്യരുത് ഉമ്മാരെ. നിങ്ങളല്ലേ സ്നേഹം കൊടുക്കേണ്ടത്. ഉപ്പമാരെ, നിങ്ങളുടെ സ്നേഹം മക്കൾക്ക് കിട്ടിയാൽ മതി വരുമോ? എത്ര പ്രായമാണെങ്കിലും എന്റെ ഉമ്മയുടെ സ്നേഹം എനിക്ക് വേണം, എന്റെ മക്കളോട്, എന്റെ ഭാര്യയോട്, എന്നോട് എന്ന് ആഗ്രഹിക്കാത്തവർ ആരാ ഉള്ളത്? അതാരും പിശുക്കല്ലേ, വേർതിരിച്ച് കാണിക്കല്ലേ. അങ്ങനെയാ ഉമ്മമാരത് ചെയ്യരുത്, വേർതിരിച്ച് കാണിക്കരുത്. എല്ലാവരെയും ഒരു കണ്ണുകൊണ്ട് കാണണം. മക്കളോട് നന്മ ചെയ്യണം, നീതി ചെയ്യണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് അടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 10 കാര്യങ്ങൾ പറഞ്ഞു തരാം. ആദ്യത്തേത് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുർ, അല്ലാഹുവിന്റെ വചനങ്ങൾ അർത്ഥമറിഞ്ഞുകൊണ്ടൊന്ന് പഠിക്കാൻ സമയം കണ്ടെത്തണം. ഓതിയാൽ കൂലിയാണ്. അർത്ഥമറിയാതെ ഓതിയാലും അല്ലാഹു കൂലി തരും. അർത്ഥമറിയാതെ ഓതിയാലും കൂലിയുണ്ട്. അറിഞ്ഞോതിയാലോ ഒരുപാട് കൂലിയാണ്. ഖുർആൻ പഠിക്കണം, ഓതണം. വാട്സപ്പൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പൂട്ടി വെക്കുക. ഇശാ മഗ്രിബിന്റെ ഇടയിലെങ്കിലും ഒന്ന് പൂട്ടി വെച്ചിട്ട് ആ സൂറത്തുൽ വാഖിഅയും ദുഹാനും യാസീനും സജ്ദയും അദ്കാറുകളും ഒക്കെ ഓതിയ എന്ത് റാഹത്തുള്ള ജീവിതമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ആ നേരത്തെ പാട്ട് കേട്ടു, ശരി, പിറ്റേന്ന് ഖുർആൻ ഓതി നോക്കിയതിന്റെ സ്ഥാനത്ത് ഭയങ്കര വ്യത്യാസം കാണാൻ കഴിയും. ഖുർആൻ ഓതുന്ന മനസ്സിന് സന്തോഷം വരും, ദിക്ർ ചൊല്ലുമ്പോൾ മനസ്സിന് ആനന്ദം വരും. അത് നിർത്തി നോക്കി പെടക്കൽ വരും കൽബിന്. ഇങ്ങനെ നിങ്ങൾക്ക് വരുന്നില്ലേ, അടിയന്തരമായി ചികിത്സിക്കണം. എന്തോ തകരാറ് നിങ്ങളുടെ ബോഡിക്കുണ്ടെന്ന്. അങ്ങനെയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനസ്സിന്റെ സമാധാനം അല്ലാഹുവിനെ ഓർക്കുന്നത് കൊണ്ട് മാത്രമാണ്. അലാ ബിദിക്രില്ലാഹ്. രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി സുന്നത്ത് നിസ്കാരങ്ങൾ ചെയ്യണേ. ഫർള് മാത്രം പോരാ, സുന്നത്ത് നിസ്കരിക്കണം. ഫർളൊക്കെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ റമദാനിന് ശേഷം, അല്ലെങ്കിൽ മുമ്പത്തെ റമദാൻ. ഇനി ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യണ്ടേ, കുറച്ചൊന്ന് മുന്നോട്ട് പോവാ. ദുഹറിന്റെ മുമ്പ് ഒരു 2 റക്അത്ത് സുന്നത്തെങ്കിലും കഴിഞ്ഞിട്ടൊരു 2 അല്ലെങ്കിൽ 4, 2 മതി ഉസ്താദേ, 4 ആവില്ല, ആയിക്കോട്ടെ.
തുടങ്ങിക്കോളൂ. മഗ്രിബിന്റെ ശേഷം 2 റക്അത്ത് സുന്നത്ത്, ഇശാഇന്റെ ശേഷം 2, സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത്. നബി തങ്ങൾ പറഞ്ഞു റക്അത്താൽ ഫജ്രി, സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ലോകത്തെ എല്ലാ ബാങ്കുകളിൽ കിടക്കുന്ന പൈസയും നിങ്ങളുടെ കൈകളിൽ വന്നു എന്ന് വിചാരിക്കുക. എല്ലാ മുതലാളിമാരുടെയും കൈകളിലുള്ള സമ്പത്ത് നിങ്ങളുടെ കൈകളിൽ വന്നു എന്ന് വിചാരിക്കുക. അതിനേക്കാളൊക്കെ ഖൈറാണ് സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം. നമുക്ക് അർത്ഥം തിരിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്തിന് അത്ര സ്ഥാനമുണ്ടെങ്കിൽ സുബ്ഹി നിസ്കാരത്തിന്റെ സ്ഥാനം എത്രയാണ് എന്നാണ് മഹാന്മാർ പറയാ. സുബ്ഹിന്റെ സുന്നത്തിന്റെ സ്ഥാനം എത്രയാണ്, അപ്പൊ ഫർളിന്റെ സ്ഥാനം എത്രയാണ്? ഗൈറ്റൻ അങ്ങനെ ഉണ്ട്, പിന്നെ ഉള്ളിൽ ചെന്നാൽ പോരെന്തായിരിക്കും എന്ന് ചിന്തിക്കുന്ന പോലെ സുബ്ഹിയുടെ സുന്നത്തിന്റെ സ്ഥാനം ഇതാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണേ. മൂന്നാമത്തേത് അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വേണം, നാവിലെ ദിക്ർ വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചെറുപ്പക്കാരൊക്കെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലം അങ്ങനെയാണ്. എപ്പോഴാണ് മരണത്തിനൊരു കാരണമില്ലെന്നാണ് എല്ലാ ഡോക്ടർമാരും ബുദ്ധിജീവികളും പറയും. പ്രത്യേക കാരണമൊന്നും വേണ്ട മരിക്കാൻ, ഒരു കാരണമില്ലാണ്ട് മരിക്കും, ഒരു കാരണമില്ലാണ്ട് മരിക്കുന്നു, ഒക്കെ ഓക്കെയാണ്. ആള് മരിച്ചു, എന്ത് ചെയ്യാൻ പറ്റും? നാവ് കൊണ്ട് ദിക്ർ ചൊല്ലുക. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇത് അല്ലാഹുവിന്റെ അർശിന്റെ താഴെ നിന്നും കിട്ടിയ നിധിയാണ്. നബിയേ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ 7 ആകാശങ്ങൾക്കപ്പുറത്തേക്കുള്ള ഹബീബിന്റെ യാത്രയിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ 7ാം ആകാശത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, സ്വർഗ്ഗത്തിൽ വിത്തുപാകാനുള്ള, സ്വർഗ്ഗത്തിൽ ചെടി നടാനുള്ള, സ്വർഗ്ഗത്തിൽ കൃഷി ഇറക്കാനുള്ള വിത്ത് ഞാൻ നൽകട്ടെയോ നബിയേ? അങ്ങയുടെ ഉമ്മത്തികളോട് പറയണം, സ്വർഗ്ഗത്തിൽ നിങ്ങൾ കൃഷി ചെയ്യണം. സ്വർഗ്ഗത്തിലേക്കുള്ള വിത്തുകളാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. 5 കലിമാത്തിൻ, 5 കലിമത്തുകളാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി, അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. 4 വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. 5 ഒന്ന് ചൊല്ലി നോക്കി, വലിയ റാഹത്ത് ഉണ്ടാവും, വലിയ ആശ്വാസം ഉണ്ടാവും, മനസ്സിന് ഭയങ്കര ശക്തി വരും. നാലാമത്തേത് അല്ലാഹുവിന്റെ സ്നേഹമാണ് നമ്മുടെ എല്ലാ സ്നേഹത്തെക്കാളും മുന്നിൽ വെക്കേണ്ടത്. 5 അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന നമ്മൾ ഓതണം, പഠിക്കണം. അല്ലാഹുവിന്റെ 99 ഇസ്മുകൾ നമ്മൾ പഠിക്കണം. അബുദാബിയിൽ ക്ലാസ് എടുക്കാറുണ്ട്, ഖുർആൻ ക്ലാസ്. ഇപ്പോൾ ഞങ്ങൾ സൂറത്ത് ത്വാഹയിലാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ഹുസ്നയെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. 6 ഇസ്മങ്ങാനുമായി 6 ക്ലാസ്സിലായിട്ട്. ഇനി ബാക്കി 99 ഇസ്മുകളും ഓരോ ക്ലാസ്സിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊന്ന് അറിഞ്ഞു നോക്കുക, അല്ലാഹുവിന്റെ അസീസ് എന്താണ് അതിനർത്ഥം? അല്ലാഹു വദൂദാണ്, എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹു മാലികുൽ മുൽഖാൻ, അതിൻ്റെയൊക്കെ വിശദീകരണങ്ങൾ അറിഞ്ഞാൽ നമുക്ക് അല്ലാഹുവിനെ ശരിക്കും മനസ്സിലാവും. അസ്മാഉൽ ഹുസ്ന ഇതറിയില്ലേ? ഒന്ന് ചൊല്ലെങ്കിലും ചെയ്യാം. ഒരു മിനിറ്റ് മതി അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന മുഴുവൻ ചൊല്ലാൻ. ചെറിയ ആപ്പുകളൊക്കെ ഉണ്ട്, അസ്മാഉൽ ഹുസ്ന എന്ന് അടിച്ചു നോക്കി. നമ്മുടെ ആൻഡ്രോയിഡിലും ആപ്പിളിലൊക്കെ കിട്ടും. എന്ത് അസ്മാഉൽ ഹുസ്നയുടെ ആപ്പുകളുണ്ട്, തുറന്നു നോക്കുക. രാവിലെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിന്റെ മുമ്പായിട്ട് ഒരു തവണ അല്ലാഹുവിന്റെ ഇസ്മുകൾ ചൊല്ലി നോക്കി. മുഴുവൻ ഭയങ്കര പവറാണ്, അത് നമുക്ക് ശക്തിയാണ്, നമുക്ക് ഈമാനിന്റെ വെളിച്ചം. 1 മിനിറ്റ് വേണ്ട ഈ 99 ഇസ്മു ചൊല്ലാൻ. 2 മിനിറ്റിന്റെ താഴെ എന്തായാലും അത്രയും വരും. കുറച്ച് പതുക്കെ ചൊല്ലിയാത്തറിയാം. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ സംവിധാനം കയ്യിലുണ്ട്, എന്നാലും ചെയ്യൂല എന്ന് പറഞ്ഞപ്പോൾ എന്താ പിന്നെ ചെയ്യുക? അള്ളാഹു നമുക്ക് ഇത്രയൊക്കെ സൗകര്യം ചെയ്തെന്നു, ഇനിയും നമ്മൾ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ. 6ാമത്തേത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എപ്പോഴും കണ്ണുകൊണ്ട് കാണുകയും നാവുകൊണ്ട് അതിന് ശുക്ർ പറയുകയും ചെയ്യുക. അപ്പോഴേ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുള്ളൂ, അള്ളാഹുലേക്ക് എടുക്കാൻ കഴിയും. എന്ത് കാണുമ്പോൾ അൽഹംദുലില്ലാഹ്, അള്ളാഹു ചെയ്ത നിഅമത്ത് കൊണ്ട് എനിക്കൊരു ബൈക്കുണ്ട്, എനിക്കൊരു വാഹനമുണ്ട്, അള്ളാഹു തന്ന നിഅമത്ത് കൊണ്ട് ഞാനൊരു കാറ് വാങ്ങിച്ചിട്ടുണ്ട്, അള്ളാഹു തന്ന നിഅമത്ത് കൊണ്ട് എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്, അള്ളാഹു തന്ന നിഅമത്ത് കൊണ്ട് ഞാൻ ആ എക്സാം പാസ്സായിട്ടുണ്ട്, അള്ളാഹു തന്ന നിഅമത്ത് കൊണ്ട് എൻ്റെ കുട്ടിക്ക് ഒരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, അള്ളാഹു തന്ന നിഅമത്ത് കൊണ്ട് എൻ്റെ കുട്ടിക്ക് ഒരു കല്യാണം ശരിയായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു നോക്കി എന്ത് രസമുണ്ടാവും. അള്ളാഹുവിലേക്ക് ലിമൻ ഹാദിഹിൽ ഗനം. അറാബിയോട് ചോദിച്ചു, അറാബി, നിങ്ങൾ മേയാൻ കൊണ്ടുപോകുന്ന ഈ ആട്ടിൻകൂട്ടം ആരുടേതാണ്? ആരുടേതാണ് ഈ ആട്ടിൻകൂട്ടം അറാബി? ഖാല ലില്ലാഹി ഫീ യദി, ഇത് അല്ലാഹുവിന്റേതാണ്, പക്ഷെ എന്റെ കയ്യിലാണെന്ന് മാത്രം. അതാണ് മറുപടി. ലില്ലാഹി ഫീ യദി. മൊബൈൽ ഫോൺ ആരുതാന്ന് ചോദിച്ചാൽ അള്ളാഹിന്റെ അപ്പന്റെ കയ്യിലാണ് എന്നൊന്നും പറയണ്ട, അങ്ങ് മനസ്സിൽ കണ്ടാൽ മതി. പറഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭ്രാന്തനാന്ന് പറയും. വേണ്ട. അൽ മുഅ്മിനു ലാ യുദില്ലു നഫ്സഹു, ഒരു മുഅ്മിൻ സ്വയം അപമാനിതനാവരുത്. എന്തേ? ഇതൊക്കെ അള്ളാഹിന്റെതാണ്, അപ്പന്റെ കയ്യിൽ തന്നതാണ്.
ഇപ്പൊ എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാ, എന്തൊക്കെ അവൻ ചെയ്തു കൂട്ടുമെന്ന് നോക്കാൻ. ലില്ലാഹി ഫീ, അല്ലാഹുവിന്റെ നിഅമത്തുകളെ കാണുകയും അതിന് ശുക്ർ ചെയ്യുകയും ചെയ്യണേ. ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞ് പരാതി പറയാതെ അല്ലാഹു തന്ന നിഅമത്തുകൾക്ക് അൽഹംദുലില്ലാഹ് ഇത് പറഞ്ഞു യാ അല്ലാഹ്. ഏഴാമത്തേത്, അള്ളാഹുവിന്റെ മുമ്പിൽ മനസ്സുകൊണ്ട് നമ്മൾ ചെറുതാവണം. അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സുകൊണ്ട് തോന്നണം. 8, ഒരിടത്തെങ്കിലും ഒറ്റക്ക് പോയിരുന്നിട്ട് ഒന്ന് കരയണം, അള്ളാഹുവിനെ ഓർത്തൊന്ന് കരയണം. ഇത് ഓരോന്നും സൈക്കോളജി പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. അല്ലാമ ഇബ്നുൽ ഖയ്യിം തങ്ങൾ പറഞ്ഞ ഈ വാക്കിന്റെ മഹാത്മ്യം ഇതൊക്കെ ഭയങ്കര സംഭവമാണ്. ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. ഇത് ഒറ്റക്കിരുന്ന് ഒരു റിഫ്ലക്ഷൻ, ഒറ്റക്കിരുന്ന് കരയണം. അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാനൊന്നുമല്ലെന്ന ബോധ്യത്തോടുകൂടെ ദുആ ഇറക്കണം. 9-ാമത്തേത്, സജ്ജനങ്ങളുടെ കൂടെ ഇരിക്കണം. ഈ ഇരുത്തം അങ്ങനെയായി അള്ളാഹു സ്വീകരിക്കട്ടെ. 10-ാമത്തേത്, നമ്മുടെ ഹൃദയത്തിനും അള്ളാഹുവിനും ഇടയിൽ തടസ്സമാകുന്നതെല്ലാം നീക്കിക്കളയണം. നിസ്കാരത്തിനോ ഖുർആൻ ഓതാനോ നമ്മുടെ മൊബൈൽ ഫോണുകൾ തടസ്സമാണെങ്കിൽ അത് മാറ്റിവെക്കണം. അവിടെ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലാൻ, അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാൻ നമ്മുടെ ഏതെങ്കിലും ശുഗലുകൾ നമുക്ക് തടസ്സമാണെങ്കിൽ അവയെ മാറ്റി നിർത്താൻ കഴിയണം. ബസ്രയിൽ ഒരു ആബിദത്തായ പെണ്ണുണ്ട്, ഉമ്മു ഇബ്രാഹിം അൽ ഹാഷിമിയ. ഉമ്മു ഇബ്രാഹിം അൽ ഹാഷിമിയ, അത് നീണ്ട ചരിത്രമാണ്. സമയം 11:05. 2 മണിക്കൂറായില്ലേ? കുറച്ച് കൂടുതൽ അത് പറഞ്ഞു തീരുമ്പോഴേക്കും ഒരു അരമണിക്കൂറായി പോകും. എന്തായാലും പക്ഷെ സൗണ്ട് ഇങ്ങനെ ശേഖരിച്ചു കൊണ്ടിരിക്കുക. ഇനിയൊരു 10-12 പരിപാടികളോളം ഉണ്ട് തുടർച്ചയായിട്ട്. ഈ ലീവ് സമയമാണ് സ്കൂളിൻ്റെ, അതുകൊണ്ട് അപ്പോൾ ചിലപ്പോൾ ഞാൻ നാളെ വേറെ ഒച്ച ഉണ്ടായിക്കോണമെന്നില്ല. 2 മണിക്കൂർ ധാരാളം. നിങ്ങൾക്ക് ഇപ്പോൾ പോകാനൊക്കെ ബുദ്ധിമുട്ടാവും. ഈ മോര് നിർത്തിയാലല്ലേ പോകാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്കത് പിന്നീട് എപ്പോഴെങ്കിലും പറയാം ഇൻഷാ അല്ലാഹ്. നമ്മൾ പറഞ്ഞതിലും കേട്ടതിലും നമുക്ക് പാഠങ്ങളുണ്ടല്ലോ. അള്ളാഹു സജ്ജനങ്ങളുടെ കൂട്ടത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.